അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് എല്ലാ നിലക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയം ലഭിക്കാൻ കാരണമാകുന്ന സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നീറുന്ന പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടുകാരിലും സുഹൃത്തുക്കളിലും സ്നേഹിതരിലുമുള്ള എല്ലാ ആളുകളുടെയും സർവ പ്രശ്നങ്ങളും ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനാത്തുകളുടെയും നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാവിധ ഹലാലാ ലക്ഷ്യങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു തരുമാറാകട്ടെ. സ്വലാത്തും ദിക്റുമൊക്കെ പതിവാക്കി നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിൻ്റെ ആനന്ദം അനുഭവിച്ച് അവസാന സന്ദർഭത്തിലും നല്ല കരുത്തോടെ ഹിമ്മത്തോടെ മനോദാർഢ്യത്തോടെ കലിമ ചൊല്ലി പിരിയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ദിക്റുകളും സ്വലാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കിയത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വലിയ മാർഗമായിട്ട്. ദിക്റ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അല്ലാഹുവിലേക്ക് അടുക്കാൻ മുസ്ലിങ്ങളായ ആളുകൾക്ക് എളുപ്പമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന വലിയൊരു ഇബാദത്താണ് ദിക്റും സ്വലാത്തും. സ്വലാത്തും ദിക്റാണ്. ദിക്റുകളിൽ വളരെ ശ്രേഷ്ഠമേറിയ ദിക്റാണ് സ്വലാത്ത്. ഏത് സ്വലാത്തും ചൊല്ലാൻ വ്യത്യസ്ത തരത്തിലുള്ള സ്വലാത്തുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിത്യജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭങ്ങൾ വിശദമായി വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് അധ്യായങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സമയബന്ധിതമായി സൗകര്യപ്പെടുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. ആമുഖമായി മഹാനവറുകൾ സൂചിപ്പിച്ച ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇക്താറു സ്വലാത്തി അലൽ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു സ്വലാത്ത് അധികരിപ്പിക്കുക എന്നത് അത് അഹ്ലുസുന്നയുടെ അടയാളമാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അദ്ദുറുൽ മൻദൂദ് എന്ന അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നത് അല്ലാഹുവിങ്കൽ സ്വീകരിക്കുന്ന ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അവരുടെ വലിയൊരു അടയാളമാണ് സ്വലാത്ത് അധികരിപ്പിക്കുക. മുൻഗാമികളൊക്കെ സ്വലാത്ത് ധാരാളം അധികരിപ്പിച്ചു. ആ സ്വലാത്ത് കൊണ്ട് വലിയ പദവികൾ അവർക്ക് ലഭിച്ചു എന്ന സന്തോഷ വാർത്ത അവരുടെ ജീവിതത്തിലും ജീവിതാനന്തരവും നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ അനുഭവങ്ങളൊക്കെ ആ മഹാന്മാർ നമുക്ക് പകർന്നു നൽകിയത് ആ വഴിക്ക് നാമും സഞ്ചരിക്കാനാണ്. സ്വലാത്ത് ചെല്ലുന്നൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ പരിഗണിക്കുന്നത് പാരത്രിക ലോകത്ത് മാത്രമല്ല, ദുനിയാവിലും വലിയ പരിഗണിക്കും. ആ പരിഗണന കൊണ്ട് ഈ ഭൗതിക ലോകത്ത് അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതോടൊപ്പം ആത്മീയമായ വലിയ സന്തോഷവും മുന്നേറ്റവും ആ മനുഷ്യന് സാധ്യമാകും. സ്വലാത്ത് ചൊല്ലിയിട്ട് രോഗം മാറി, സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് മദീനയിലെത്തി, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെത്തി, സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് കടം വീടി, സ്വലാത്തുകൾ ഒരുപാട് അധികരിപ്പിച്ച് ഓരോ മുഅ്മിനും ആശിക്കുന്ന വലിയ ഒരു ആശയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം. അത് സാധ്യമാക്കിയെടുത്തു. സ്വലാത്ത് മജ്ലിസുകളിൽ സ്ഥിരമായി പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ചതുകൊണ്ട്
മരിക്കുന്ന സമയത്ത് വളരെ ഭീതിതമായ രംഗങ്ങൾ, സാഹചര്യങ്ങൾ വന്നിട്ടും സ്വലാത്ത് മജ്ലിസിലൊക്കെ സംബന്ധിക്കുന്ന ആളല്ലേ എന്ന് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ പറയുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥകളൊക്കെ മാറി മുമ്പൊരിക്കലും കാണാത്ത വിധം സൗന്ദര്യങ്ങൾ അല്ലാഹു നൽകി നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ നല്ല ഉറച്ച മനക്കരുത്തോടെ ചൊല്ലിപ്പിരിയാൻ സാധിച്ചു. സ്വലാത്ത് കൊണ്ട് എത്രയോ മഹാരഥന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിക്കുന്ന ഉന്നത നിലവാരങ്ങൾ നൽകി, ഏറ്റവും കൂടുതൽ ഇൽമു നൽകി ആദരിച്ചു, ബഹുമാനിച്ചു. ആ ഇൽമു നൽകിയ മഹാന്മാർ എല്ലാ കാലത്തും ബഹുമാനത്തിന് അർഹതപ്പെട്ട ആളുകളായി സ്വലാത്ത് കൊണ്ടവർ മാറി എന്നത് അവരുടെ കാലഘട്ടത്തിലും പിൽക്കാലത്തുമുള്ള പണ്ഡിതന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ മിക്ക മേഖലകളിലും സ്വലാത്തുകൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് ഒരുപാട് മഹത്വങ്ങൾ ലഭിച്ചു. നന്നായി കിട്ടി. ഈ സ്വലാത്തിന്റെ ആരംഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് തുടങ്ങിയതല്ല. മനുഷ്യോൽപത്തി മുതൽ സ്വലാത്തിന്റെ ആരംഭമുണ്ട്. സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നിർദ്ദേശിച്ചത് എപ്പോഴാണ്? സർവമഹാന്മാരായ പണ്ഡിതന്മാരും അത് നിർദ്ദേശിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ച് അതേ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇണയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് തന്നെ കാണുന്ന വിധത്തിൽ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിരുത്തിയപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് ആകർഷിച്ചു. സ്വാഭാവികമായുമുള്ള ആകർഷണമാണ്, ആകർഷണീയമാണ്. എല്ലാ പുരുഷന്മാരിലും എല്ലാ സ്ത്രീകളിലും അല്ലാഹു തആല അത് വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ച ഇണയിലേക്ക് അടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം നബിയെ, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണ തന്നെയാണ്. പക്ഷേ ആ ഇണക്ക് നിങ്ങളിലേക്ക് ചേരാൻ നിങ്ങൾ മഹർ നൽകണം, വിവാഹമൂല്യം നൽകണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, അല്ലാഹുവേ, എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ നൽകേണ്ടത് എൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്താണ് വിവാഹമൂല്യമായി നൽകേണ്ടത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലാൻ പറയുന്നു. 20 സ്വലാത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ഇണയാക്കി സ്വീകരിക്കുകയാണ്. സ്വലാത്തിന്റെ മഹത്വം, അതിന്റെ ആവിർഭാവം മനുഷ്യന്റെ ആരംഭം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചിട്ടുണ്ട്. കാരണം ലോകം തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ്. അമ്പിയാക്കൾ മുഴുവനും ലോകത്ത് വന്നത് അവർക്ക് അല്ലാഹു നൽകിയ ശരീഅത്ത് പ്രചരിപ്പിക്കുന്നതോടൊപ്പം ആ ശരീഅത്തിന്റെ പൂർത്തീകരണം കുറിക്കാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ അവസാനം വരുന്നൊരു നബിയുണ്ട്. ആ നബിയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കാനും ആ നബിയുടെ ഗുണഗണങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമാണ് ലോകത്ത് വന്ന സർവ്വ അമ്പിയാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അങ്ങനെ ആ അമ്പിയാക്കൾ മുഴുവനും വന്നിട്ട് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങളാണ്. എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയവും അത് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിങ്കൽ വിജയിക്കുന്ന ആളുകളാകണം. അതിന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം.
ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ മഹാനവർകളും പറഞ്ഞു. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ അതേ വാചകം, അലാമത്തു അഹ്ലി സുന്നത്തി കസ്റത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുന്നയുടെ അടയാളം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കലാണ്. ആ സ്വലാത്ത് ധാരാളം ചൊല്ലണം. ചെറുപ്പകാലം മുതൽക്കേ സ്വലാത്ത് ആരംഭിക്കണം. നമ്മുടെ കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് അല്ലാഹു തആല അത് ശീലമാക്കുന്നുണ്ട്. ഹദീസിൽ കാണാം, ചെറിയ കുട്ടികൾ ചെറുപ്പകാലത്ത് കുട്ടി കരയുന്നത് പ്രസവിച്ച ശേഷം 2 മാസക്കാലം കുട്ടിയുടെ കരച്ചിൽ ബുക്കാഉ സ്വഗീരി ഇലാ ശഹ്റൈനി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2 മാസക്കാലം കുട്ടി കരയുന്നത് അള്ളാഹുവിന്റെ ഷഹാദത്ത് കുട്ടി സ്വീകരിക്കുകയാണ്, അത് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് കുട്ടി പ്രഖ്യാപിക്കുന്ന ഷഹാദത്താണ്. തുടക്കം മുതൽ 2 മാസം വരെയുള്ള കരച്ചിൽ. വഇലാ 4 അശ്ഹുരിൻ 4 മാസം വരെ ഇടക്കിടക്ക് കരയുന്നത് അസ്സിഖത്തു ബില്ലാഹ് അള്ളാഹുവിലുള്ള അവലംബവും വിശ്വസ്തതയും രേഖപ്പെടുത്തുകയാണ്. 8 മാസമാകുമ്പോൾ 8 മാസത്തേക്കുള്ള ആ കരച്ചിലിന്റെ ശബ്ദം അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. 2 വർഷമാകുമ്പോ ഇസ്തിഗ്ഫാറുൽ ലിവാലിദൈ, അതേ മാതാപിതാക്കൾക്കുള്ള പാപമോചനം തേടുകയാണ്. ബാപ്പക്കും ഉമ്മക്കും മഗ്ഫിറത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ പതിവുള്ളതാണ്. അമ്പിയാക്കൾ മുഴുവനും ലോകത്ത് പഠിപ്പിച്ചതാണ്. ആ സ്വലാത്തിന് വ്യത്യസ്ത ശൈലിയും രൂപവും ഭാവങ്ങളുമുണ്ട്. വ്യത്യസ്ത സമയങ്ങളിൽ സ്വലാത്ത് പതിവാക്കേണ്ടതുണ്ട്. നിത്യജീവിതത്തിൽ അതിന്റെ ഘട്ടങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഅദൽ ഫറാഗി മിനൽ വുളൂഇ വൽ ഗുസ്ലി വത്തയമ്മും. നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ് വുളൂഉം കുളിയും, ചില സന്ദർഭങ്ങളിലൊക്കെ തയമ്മുമും. ഇത് 3ഉം കഴിഞ്ഞ ശേഷം സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. വുളൂഇന്റെ ശേഷവും കുളിയുടെ ശേഷവും ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഉളൂർത്തിനേശൊക്കെ ചിലര് പറയും, ചിലരൊക്കെ പറയും. നമ്മളൊക്കെ പറഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ ആളുകൾ പറയും ഉളൂവിന്റെ ശേഷമുള്ള ദുആ ഇവിടെ കെട്ടി തൂക്കണം. ആർക്കാണ് ദുആ? അത് നമ്മളെ കാലശേഷം വരുന്ന ഏതോ ആളുകൾക്കാണോ? നമുക്കൊക്കെ ചൊല്ലാനുള്ളതാണ്. ആ ദുആക്ക് ചൊല്ലിയിട്ട് കിട്ടുന്ന മഹത്വങ്ങളൊന്നും ചെറുതല്ല. അതുകൊണ്ടൊക്കെയാണ് ആഖിറത്തിൽ ജയിക്കാൻ കഴിയുള്ളൂ. ആളുകളൊക്കെ കണക്കൂട്ടിയിരിക്കുന്ന 5 വക്ത് നിസ്കാരം തന്നെ ധാരാളല്ലേ. 5 വക്ത് നിസ്കാരത്തിന്റെ കഥ പറയാതിരിക്കുക നല്ലത്. രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം ഒരു മുസ്ലിം. പ്രതീക്ഷയ്ക്ക് വേണ്ടി മഹാന്മാര് പഠിപ്പിച്ചെന്ന ഒരു വഴിയും വിടാൻ പാടില്ല. എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഈ ദുആ. നമ്മളൊക്കെ ഒന്ന് കുളിച്ചില്ലേ? കുളിന്റെ ശേഷം ആരാ ദുആയിരുന്ന്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ പറ്റി, അമേരിക്കയിലുള്ള ആൾക്കാരെ പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും കുളിച്ചില്ലേ? അള്ളാഹു തന്ന തൗഫീഖ് കൊണ്ടല്ലേ കുളിച്ചത്. കുളി റൂമിന്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിൽ അവിടെ പറയാൻ കുറച്ച് പ്രയാസമാണ് ഈ ദിക്റൊക്കെ. പുറത്തിറങ്ങിയാൽ സൗകര്യമുണ്ട്. എല്ലാവരും നല്ല മറയിലല്ലേ കുളിക്കുന്നത്, ഓപ്പൺ ആയിട്ടല്ലല്ലോ. നല്ല മറ സ്വീകരിക്കുന്ന മുണ്ടെടുത്തിട്ട് കുളിക്കണം. കുളിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ശരീരത്തിൽ നിന്ന് വെള്ളം വറ്റുന്നതിന്റെ മുമ്പ്
രണ്ട് കൈകളും കണ്ണും മേൽപോട്ടിയർത്തി ഖിബിലാക്ക് തിരിഞ്ഞു നിന്ന് ദ്വാർക്കണം. വുളൂവിന്റെ ശേഷം 3 പ്രാവശ്യം ദ്വാർക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ജമാഅത്തിലേക്ക് പോയാൽ മതി. ജമാഅത്ത് അങ്ങ് തക്ബീർ കെട്ടുമ്പോഴേക്ക് ഒറ്റ ഓട്ടമാണ്. സുബ്ഹാനല്ലാഹ്, ഈ ദിക്റും ദുആയും ഒന്നും വേണ്ട. എല്ലാ വെള്ളവും പള്ളിയുടെ ഉള്ളിലാണ് പോയി ചോരുന്നത്. കാലിൽ നിന്ന് വെള്ളം തുടച്ച് ഒഴിവാക്കാൻ പോലും നേരല്ല. ഉള്ളിൽ എല്ലാ വെള്ളങ്ങളും ചേർന്നിട്ട് പിന്നെ അവിടെ വല്ലാത്തൊരു വാസന വേറെ ഉണ്ടാകും. ധൃതിപ്പെടേണ്ട ആവശ്യമില്ല, സാവകാശം പോയാൽ മതി. ജമാഅത്ത് തീരെ കിട്ടൂല. ഈ ഒരൊറ്റ ജമാഅത്ത് മാത്രമേ ഉള്ളൂ. അത്തഹിയ്യാത്തിലെത്തിയിട്ടുണ്ട്, ഇപ്പൊ സലാം വീട്ടും എന്ന് കണ്ടാൽ വേറെ ജമാഅത്തൊന്നും പ്രതീക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ സുന്നത്തുകളിലും തൽക്കാലം നിർത്തിയിട്ട് ഫർളുകളുടെ മേൽ മാത്രം ചുരുക്കൽ സുന്നത്തുണ്ട്. അതേ സമയത്ത് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ നിസ്കാരം. ഈ സുന്നത്തുകളൊക്കെ നിർവഹിച്ച് അങ്ങോട്ട് പോയാൽ മതി. ഇത് ആളുകളോട് വഅദ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലുള്ള വിഷമം താരങ്ങൾ. ഒരു സ്ഥലത്തും ദുആ നിസ്കാരം അങ്ങോട്ട് ഖദ് ഖാമത്തി സ്വലാ എന്ന് പറഞ്ഞ് നിസ്കാരം തക്ബീർ തുടങ്ങുമ്പോഴേക്ക് നമ്മൾ ഹൗലൻ കരയെന്ന് ഒതുർത്തിങ്ങനെ ദ്വാരക്കാണെങ്കിൽ ആൾക്കാർ തോണ്ടിയിട്ട് പറയും ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെക്കാളും കൂടുതൽ വിവരമുള്ള മഹാന്മാരാകുമ്പോൾ അംഗീകരിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അവര് മനസ്സിലാക്കിയതോടെ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുആ ഒന്നും ദ്വാരക്കാൻ പാടില്ല എന്നാ. അപ്പൊ ഒഴിവും കഴിവൊക്കെയുള്ള നേരത്ത് മാത്രം ദ്വാരന്ന് പോയാൽ മതി. വുളൂ ചുരുക്കൽ സുന്നത്തുള്ള സന്ദർഭങ്ങളുണ്ട്, വുളൂ ചുരുക്കൽ നിർബന്ധമായ സന്ദർഭങ്ങളുണ്ട്. പൂർണ്ണമായും സുന്നത്തുകളൊക്കെ എടുത്ത് വുളൂ എടുത്താൽ നിസ്കരിക്കാൻ ടൈം ഉണ്ടാകൂല എന്ന് കണ്ടാൽ വുളൂ നിർബന്ധത്തിൽ മാത്രം ചുരുക്കണം. സുന്നത്തുകളൊന്നും എടുക്കാൻ പാടില്ല. എല്ലാ സുന്നത്തുകൾ എടുത്തു പോകുമ്പോഴേക്ക് നിസ്കാരത്തിന്റെ ടൈം അങ്ങ് പോകും എന്ന് കണ്ടാ നിർബന്ധം മാത്രം എടുക്കണം. സുന്നത്തുകളൊന്നായിട്ട് എടുക്കാനുള്ള വെള്ളമില്ല, ഒരു സ്ഥലത്ത് കുറഞ്ഞ വെള്ളമേ ഉള്ളൂ, എന്നാലും നിർബന്ധം മാത്രം സ്വീകരിച്ചുകൊണ്ട് വുളൂ എടുക്കണം. അതേ സമയത്ത് ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് സുന്നത്ത് ഒഴിവാക്കി പോകുന്നത് നിർബന്ധമില്ല, സുന്നത്താണ്. ഇല്ലം യർജ ജമാഅത്തൻ നുഖ്റ, വേറെ ഒരു ജമാഅത്ത് പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഈ ജമാഅത്ത് കഴിയാറായിട്ടുമുണ്ടെങ്കിലാണ് പറഞ്ഞത്. അത്തഹിയ്യാത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് തുടർന്ന ജമാഅത്ത് കിട്ടൂലേ, ഈ സുന്നത്ത് എടുക്കാലോ. നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നിയ്യത്ത് ചെയ്ത് മുന്നോട്ട് പോകണം. വുളൂവിന്റെ ശേഷമുള്ള സ്വലാത്ത് ഇത്ര വലിയ പ്രത്യേകത. കുളിയുടെ ശേഷമുള്ള സ്വലാത്ത്, തയമ്മും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശേഷവുമുണ്ട് സ്വലാത്ത്, സുന്നത്തുണ്ട്. നിത്യജീവിതത്തിൽ വരുന്ന വലിയൊരു സംഭവമാണ് സഹോദരങ്ങളെ. ഒരു ദിവസം 5 നേരം വുളൂ എടുക്കുന്നു എന്ന് കരുതിക്കോട് ചുരുങ്ങിയത്. ആ 5 നേരവും ചൊല്ലണ്ടേ സ്വലാത്ത്. വുളൂവിന്റെ ശേഷമുള്ള ദുആ കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലണം. ഒരു ദിവസം കേവലം 1 പ്രാവശ്യം കുളിക്കുകയാണെങ്കിൽ അവിടെയും ഉണ്ട് സ്വലാത്ത്. ചിലപ്പോഴൊക്കെ 2ഓ 3ഓ തവണ പലരും കുളിക്കും. എന്നാലും ഈ സ്വലാത്തിൽ സുന്നത്തുണ്ട്. ദിക്റുകൾക്ക് ശേഷം, നിയമമാക്കപ്പെട്ട ദിക്റുകൾക്ക് ശേഷം സ്വലാത്ത് സുന്നത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇദാ ഫറഗ അഹദുകും മിൻ തുഹ്രിഹി, നിങ്ങളിൽ ഒരാൾ അവന്റെ ശുചീകരണം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദിക്ർ അങ്ങനെ ചൊല്ലണം. സുമ്മലി സല്ലി അലയ്യ, പിന്നെ എനിക്ക് സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുർ റഹ്മാ, റഹ്മത്തിന്റെ കവാടങ്ങൾ അവന് തുറക്കപ്പെടും. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്ത് അവന് ലഭിക്കും. മറ്റു റിപ്പോർട്ടിൽ റഹ്മത്ത് എന്ന് പറഞ്ഞോട്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. എന്നാ സഹോദരങ്ങളെ, ചില ഹദീസിൽ എങ്ങനെ വന്നിട്ടുണ്ട്, വുളൂവിന്റെ ശേഷം സ്വലാത്ത് ചൊല്ലാത്ത വുളൂ പൂർണ്ണമല്ല എന്ന് ഹദീസിലുണ്ട്. സ്വലാത്തല്ലാത്ത വുളൂ പൂർണ്ണമല്ല, എന്നാ സ്വലാത്തിൽ പെട്ടല്ലേ. വുളൂവിന്റെ ശേഷം കുളിന്റെ ശേഷം കുളിയും വുളൂ ഒക്കെ പൂർണ്ണമാകണമെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയിട്ട് സ്വലാത്തല്ലണം, എന്നാലേ അത് പൂർണ്ണ വുളൂ ആകുള്ളൂ. പൂർണ്ണ വുളൂ എടുത്താലേ നിസ്കാരത്തിൽ കുറച്ചെങ്കിലൊക്കെ ഒരു ഖുശൂ കിട്ടുള്ളൂ. വുളൂവിന്റെ കുറവ് നിസ്കാരത്തിലും കുറവാണ്, തർക്കല്ല. വുളൂവിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ, അതേ കുറവ് എവിടെ ഉണ്ടാകും? നിസ്കാരത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിലൊക്കെ കുറവ്. അതന്നെ അഊദുല്ല, ബിസ്മിയില്ല, തുടക്കത്തിലുള്ള ദിക്റുമില്ല. ആകെ തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്റുള്ളത്. എന്നാ പിന്നെ അതെങ്കിലും ചൊല്ലണ്ടേ.
ചില മഹാന്മാര് പഠിപ്പിച്ചത് പ്രകാരം ഓരോ അവയവങ്ങൾക്കും ദിക്റില്ലി ഉളു കൊടുക്കുന്ന ആൾക്കാർ ഉളു ഒന്ന് കൂട്ടി നോക്കി. അങ്ങനെ ഉളു ഉണ്ട്, ഓരോ അവയവങ്ങൾക്കും ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രബലമായി പല പണ്ഡിതന്മാരും തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ള ഉളു ആണ് അവർ കണക്കാക്കിയത്. അപ്പോഴും എല്ലാ അവയവങ്ങൾക്കുമുള്ള നല്ല അർത്ഥവത്തായ ദുആയുണ്ട്. മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. ചില മുഖങ്ങൾ പ്രകാശിക്കുകയും ചില മുഖങ്ങൾ കരിവാളിക്കുകയും ചെയ്യുന്ന ദിവസം എന്റെ മുഖത്തിന് നീ പ്രകാശം തരണേ അല്ലാ. വലത്തെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി, വലത്തെ കൈയിൽ എന്റെ കിതാബ് നീ ആഖിറത്തിൽ തരണേ അല്ലാ. ഇടത്തെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി ബിശിമാലി, ഇടത്തെ കൈയിൽ എന്റെ കിതാബ് തരല്ലേ അല്ലാ. കാല് കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്തി യൗമ തസില്ലു ഫീഹിൽ അഖ്ദാം. എല്ലാ പാദങ്ങളും പതറുന്നൊരു ദിവസമുണ്ട് സിറാത്തിന്റെ മേൽ. അവിടെ എന്റെ പാദങ്ങൾക്ക് നല്ല ഉറപ്പ് നീ തരണം. നല്ല ഉറച്ച വിശ്വാസവും കരുത്തുമുള്ള ആളുകൾക്കല്ലേ വിട്ടുകിടക്കാൻ കഴിയൂ. പല പാദങ്ങളും ഇടറിയിട്ട് തായോട്ട് പതിക്കുമ്പോ എന്റെ കാൽപാദങ്ങൾക്ക് അവിടെ നല്ല സ്ഥിരത തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ മുഴുവൻ ദുആകളും നമ്മൾ ദുആർക്കുന്നില്ലെങ്കിൽ തുടക്കത്തിലും ഒടുക്കത്തിലും ഉളു കൊടുത്ത ഉളു ആണ് കാമിലായ ഉളു. ഒരാൾ ഉളു എടുക്കുന്നു, മറ്റൊരാളെ ഉളു ശ്രദ്ധിക്കുമ്പോ അയാളെ ഉളുവും ഇയാളെ ഉളുവും തമ്മിൽ മാറ്റമുണ്ടോ? ഉണ്ട്. ഓരോ സംഗതിയും 3 പ്രാവശ്യം ചെയ്യുന്നവരെ ഉളുവിൽ തന്നെ മാറ്റമുണ്ട്. ചിലരൊക്കെ 3 പ്രാവശ്യം ചെയ്യുന്നത് 1 പ്രാവശ്യം മാത്രമേ ആകുന്നുള്ളൂ. 1ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോ ഫർളിന്റെ ഭാഗങ്ങൾ മുഴുവനും കംപ്ലീറ്റ് ആക്കിയെങ്കിലേ സഹോദരങ്ങളെ 2ാമത്തെ തവണ ചെയ്യുന്നത് സുന്നത്തായി കൂട്ടൂ. അപ്പോഴേ 3ാമത്തെ തവണയും സുന്നത്തായി കൂട്ടൂ. ഞാൻ ഇങ്ങനെ കൈ കഴുകുമ്പോ 1ാമത്തെ തവണ എന്റെ കഴുകുന്ന ഭാഗങ്ങൾ ചിലത് വിട്ടുപോയി. എന്നാ 2ാമത്തെ തവണ കഴുകിയപ്പോഴാണിത് പൂർത്തിയായത് എന്ന് കൂട്ടിക്കോളൂ. 2ാമത്തെ തവണ കഴുകിയപ്പോഴാണ് പൂർത്തിയായത്. ഇപ്പോഴേ ഫർള് വീടിയിട്ടുള്ളൂ. ഇനി 3ാമത് ഞാനങ്ങനെ കഴുകുമ്പോ എനിക്കാകെ 2 പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ. 3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം 2ാമത്തെ പ്രാവശ്യം എന്ന് കണക്കാക്കുന്നത് ഫർളായ മഹല്ല് കഴുകി പൂർത്തിയാക്കിയ ശേഷമാണ്. ചിലർ 3 പ്രാവശ്യം മുഖം കഴുകുമ്പോഴാണ് അവരെ ഫർള് തന്നെ വീടുന്നത്. പിന്നെ അവർക്ക് സുന്നത്ത് വിടുന്നാണ്. ചിലര് കാല് ഒരു കോപ്പ വെള്ളം എടുത്തിട്ട് കാലങ്ങനെ കഴുകുന്നു, 3 പ്രാവശ്യം കഴുകുന്നു. 1 പ്രാവശ്യം കഴുകുമ്പോ 1 ഭാഗം നനഞ്ഞു, മറ്റേ പ്രാവശ്യം കഴുകുമ്പോ മറ്റേ ഭാഗം നനഞ്ഞു, 3ാമത്തെ പ്രാവശ്യം കഴുകുമ്പോൾ ഫുള്ള് നനഞ്ഞു. ഇപ്പൊ എന്തേ ആയിട്ടുള്ളൂ? ഫർള് ആയിട്ടുള്ളൂ. സുന്നത്ത് കിട്ടിയില്ല. സുന്നത്ത് കിട്ടണമെങ്കിൽ ഫർള് പൂർത്തിയാണ്ടേ. അങ്ങനല്ലേ മസല. അപ്പൊ ഇതൊക്കെ പൂർണ്ണമാക്കി എടുക്കാൻ പൂർത്തീകരണത്തിനുള്ള നല്ല ഒരു കാര്യമാണ് ഈ ദുആ. കഴിഞ്ഞ ശേഷമുള്ള ദുആ വുളൂ പൂർത്തിയാകാൻ പൂർണ്ണമായി കിട്ടാൻ ശ്രേഷ്ഠമായ ദുആയാണ്. ദ്വാർന്നിട്ടുള്ള ഒരാളെ വുളൂവും ശേഷമുള്ള നിസ്കാരവും ദ്വാർക്കാതുള്ള വുളൂവും നിസ്കാരവും രണ്ടും മാറ്റുണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള വുളൂവും മിസ്വാക്ക് ചെയ്യാതുള്ള വുളൂവും മാറ്റമില്ലേ? ഉണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള നിസ്കാരവും മിസ്വാക്ക് ചെയ്യാത്ത നിസ്കാരവും മാറ്റമുണ്ട്. റക്അത്താനി ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്ക്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മിസ്വാക്ക് ചെയ്തിട്ടുള്ള 2 റക്അത്ത് കൈ കെട്ടുന്നതിന്റെ മുമ്പ് നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് ഒരാൾ മിസ്വാക്ക് ചെയ്യുന്നു. മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിശ്ചിത ഭാഗത്തുകൂടെ ഒരമുള്ളൊരു സാധനം, അറാക്ക് പോലത്തെ ഒരമുള്ളൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നിയ്യത്തോടെ ഓടിക്കാന്ന് അതിന്റെ അർത്ഥം. അല്ലാതെ അതിനു വേണ്ടി 5 മിനിറ്റ് അങ്ങനെ കളയാന്നല്ല. അങ്ങനെ കുറെ കാർക്കിച്ച് ഉപ്പിയെങ്കിലേ വിശ്വാക്കുള്ളൂ എന്നാണ് നമ്മളെ ധാരണ. കുറെ ഒച്ചപ്പാടുണ്ടാക്കണം, അയൽവാസികളൊക്കെ വിളിച്ചു നിർത്താനുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കണം. അങ്ങനൊന്നും വേണ്ട. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അറബികൾ ചെയ്യുന്നത് കണ്ടില്ലേ? ഒന്നിങ്ങനെ വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും മിസ്വാക്കായി, ഒന്നിങ്ങനെ നാവിലേക്കൊന്നിങ്ങനെ ഉരച്ച മിസ്വാക്കായി. ഞാൻ ആ ഉരച്ചതിപ്പോ ഒന്നായിട്ട് അവിടെ മുന്നിൽ തന്നെ മുസല്ലേ തന്നെ തുപ്പണോ? മിസ്വാക്കാണെങ്കിൽ വേണ്ട. ഇതുവരെ നാവിലുള്ളതന്നെയല്ലേ പല്ലിമലുള്ളതന്നെയല്ലേ ഒന്ന് ഉരച്ചു കൂട്ടിയത്. അത് താഴോട്ട് ഇറക്കുന്നതിന് രോഗമൊന്നും വരാനൊന്നുമില്ല. പല്ലിലുള്ളതന്നെയല്ലേ ഇപ്പൊ ഉരച്ചു കൂട്ടിയത്. അതങ്ങനെ ഒരുമിച്ച് കൂട്ടി നേരത്തുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റായിരുന്നു. താഴോട്ട് ഇറക്കി എന്ത് കേട് വരാനാ?
രാവിലെ എഴുന്നേൽക്കുമ്പോ പിന്നെ ഒരു പക്ഷേ പകർച്ചയൊക്കെ ആയിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മൾ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് കൊപ്പിളിച്ച് റെഡിയാക്കി വന്നിട്ടേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഉളു എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്ത ആളാണെങ്കിൽ എന്താണ് അയാളെ നാവിലുണ്ടാകുക? പല്ലിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ സാധാരണ ക്ലിയർ ആയ നീരായിരിക്കും, താഴോട്ടിറക്കുന്നതിന് കേടുമില്ല. അപ്പൊ ആ നിസ്കാരവും അല്ലാത്ത നിസ്കാരവും തമ്മിൽ 70 റക്അത്തിന്റെ മാറ്റമുണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള 2 റക്അത്തും മിസ്വാക്ക് ചെയ്യാത്ത 2 റക്അത്തും തമ്മിൽ 70 റക്അത്തിന്റെ മാറ്റമുണ്ട് ഫലത്തിൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മളെ ഉളൂവിന്റെ പൂർണ്ണതക്ക് ദിക്ർ ചൊല്ലി സ്വലാത്തല്ലണം. കുളിയുടെ പൂർണ്ണതക്ക് അതിന് ശേഷം ദിക്ർ ചൊല്ലി സ്വലാത്തല്ലണം. പഴയ കാലത്തെ വല്യമ്മമാരും വല്യപ്പമാരൊക്കെ ഈ ദുആ ചെയ്യാതെ ഒരൊറ്റ ഉളൂ കഴിഞ്ഞിട്ടും ഇങ്ങനെ ദ്വാരക്കാതെ അവര് പൊരന്റെ ഉള്ളിൽ കയറൂല. പൊരന്റെ പുറത്തുനിന്ന് അന്ന് ഉളൂ കൊടുക്കുക, കിണറ്റിൽ ഇങ്ങനെ വെള്ളം കോരിയിട്ട്, അന്ന് മോട്ടറൊന്നും ഇല്ലല്ലോ, കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രം ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് അങ്ങനെ ഉളൂ കൊടുക്കും. ഉളൂ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം അവർ കുടിക്കും അല്ലേ? നമ്മളൊക്കെ വെള്ളം കുടിക്കണ ഒരു ബുദ്ധിമുട്ടാണ്. ഉളൂവിന്റെ ശേഷിച്ച വെള്ളം വാങ്ങി കൊടുക്കാറ് നമുക്കൊന്നും ദഹിക്കണില്ല അല്ലേ? നമുക്ക് എന്താ ദഹിക്കുക? ലി ഖബരി ഇന്ന ഫീഹി ശിഫാഅൻ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസിലുണ്ട് ആ ശേഷിച്ച വെള്ളത്തിൽ നിന്ന് കുടിക്കുമ്പോൾ രോഗത്തിന് ശമനുണ്ട്. രോഗം വന്നിട്ട് നമ്മളോട് കുടിക്കാൻ പറഞ്ഞാൽ എത്ര ടാങ്ക് വേണമെങ്കിലും കുടിക്കും നമ്മള്. വരുന്നതിന് മുമ്പ് ഒരു കാവലായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരുക്കല്ല. നമ്മൾ ഈമാൻ ദുർബലപ്പെട്ടു പോയോ? അതിന് ശിഫയുണ്ട് എന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച ഹദീസിലുണ്ട്. അപ്പൊ ആ ശിഫക്ക് കാരണമാകുന്ന വെള്ളം കുടിച്ചതിന് ശേഷം അവരിങ്ങനെ ദ്വാരക്കും. 90 ആയാലും അവരെ എല്ലിനോ ബോഡിക്കോ ഒരു കുഴപ്പമില്ല അല്ലേ? പഴയ കാലത്ത് 90 നിൽക്കുന്ന വല്യമ്മമാരും വല്യപ്പാരും കണ്ട് ഓർമ്മയുണ്ടോ? അന്നത്തെ 90 ഇന്നത്തെ 90 എടുക്കും. അവര് ഹോസ്പിറ്റലിൽ പോയത് ഒന്ന് പോയതൊന്ന് കൂട്ടി നോക്കൂ സഹോദരങ്ങളെ, വെറുതെ പറയല്ല ഞാന്. ഇന്ന് 80-86 ആയ ഒരാള് മാസത്തിൽ 2 കുറി എങ്ങനെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അന്ന് 86 തീരെ പോയിട്ടില്ല. ഒരു പക്ഷേ പണ്ടെന്നോ പോയൊരു ഓർമ്മ അങ്ങനെ കഥ പോലെ പറയും വല്യമ്മ. പണ്ടൊരു 35-ാമത്തെ വയസ്സിലേ കാലൊന്ന് ഒടിഞ്ഞിരുന്നു. അതൊന്ന് കെട്ടിക്കാൻ വേണ്ടി ആ വൈദ്യന്റെ അടുത്തൊന്ന് പോയി. അങ്ങനെ ഒരു 1.5 മാസം കൊണ്ട് കെട്ടിച്ചിങ്ങനെ അത് മാറി. ഗുളികൊന്നുമില്ല, ചെറിയൊരിങ്ങനെ തേക്കാളൊരു മരുന്നുണ്ട്, അതന്നെ. ബോഡിക്ക് നല്ല ശിഫയായിരുന്നവര്. നമ്മളൊന്ന് കൂട്ടി നോക്കി, നമ്മൾ എത്ര വെള്ളം കുടിച്ചു ഉളുവിന്റെ ശേഷം? ഉളുവിൽ നിന്ന് ശേഷിച്ച വെള്ളത്തിൽ നിന്ന്. അപ്പൊ അസ്പൃശ്യ തുടങ്ങൂലേ? അത് എല്ലാരും ഉളു കൊടുത്ത ഹൗലിൽ നിന്നാണ് വെള്ളം കുടിക്കണമെങ്കിൽ അതന്നെ ഈമാന്റെ കമ്മിയതാണ്. രോഗം വന്നോക്കട്ടെ, ഏതെങ്കിലും ഒരു ഉസ്താദ് കുറച്ച് വെള്ളം ആ ഹൗലിൽ നിർത്തുകൊണ്ടിരുന്ന് പറഞ്ഞാല് ആ ഹൗല് അന്ന് തുറന്നിട്ടില്ലെങ്കിൽ ചാടിയിട്ട് മുക്കി കൊണ്ടു കൊടുക്കൂല നമ്മള്. ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ എല്ലാരും ഉളു കൊടുത്ത ഹൗലിൽ നിന്ന് കുറച്ച് വെള്ളം ഇപ്പൊ കിട്ടണം. ഉസ്താദെ ഹൗലത്തെ വെള്ളം ചോദിക്കൂല. നമ്മൾ എന്ത് പറയും? ഈ രോഗം മാറണ്ടേ, ആ വെള്ളം കൊണ്ട് കൊണ്ടിരുന്നു. എല്ലാരും ഉളു കൊടുത്ത വെള്ളം കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവരും. ഉസ്താദില് മന്ത്രിച്ചു. നമ്മൾ നല്ല 100% ബോധത്തോടെ കുടിക്കുന്നേ, ഇത് മാറണം. ഹദീസിൽ പഠിപ്പിച്ചതിൽ ശിഫയുണ്ട്. നമുക്കത് വന്നെങ്കിലേ ബോധ്യപ്പെടാനാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കണ്ട. നേരത്തെ തന്നെ അത് കുടിച്ചാൽ എന്തൊരു സുഖമുണ്ട്, ശരീരത്തിന് എന്ത് ആരോഗ്യമുണ്ട് സഹോദരങ്ങളെ. ഹജ്ജിന് പോകുന്ന ഹാജിമാരോട് സംസം കുടിക്കാൻ മാത്രമാണോ കൽപ്പിക്കപ്പെട്ടത്? അല്ല, സംസം തലയിലൊഴിക്കലും സുന്നത്തില്ലേ ഉണ്ട്. സംസം വെള്ളം തലയിലൊഴിക്കലും സുന്നത്തുണ്ട്. അത് അന്നത്തെ കാലത്ത് ആ സൗകര്യമായിരുന്നു. കിണറ്റിലേക്ക് നോക്കലും അതേ കോരിയെടുക്കലും അവർക്ക് സുന്നത്തുണ്ട്. ഇന്ന് സംവിധാനം മാറി. ഇന്ന് കുടിക്കാനും ഒഴിക്കാനും ഇന്നും കഴിയും. കിണറിലേക്ക് നോക്കാനുള്ള സംവിധാനം ഇന്നില്ല, കോരിയെടുക്കാനുള്ള സംവിധാനമില്ല. ഇന്നൊക്കെ പൈപ്പുകളാണ്. അതിൽ നിന്ന് അങ്ങനെ ഓരോ പാത്രത്തിലും ശേഖരിച്ചു വെക്കാൻ കഴിയും. എന്നാലും അതുകൊണ്ട് ശിഫക്ക് വേണ്ടി തലയിലൊഴിക്കാനും മുഖം കഴുകാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ ശിഫയുള്ള വെള്ളമാണല്ലോ മാഉ സംസം. വിശ്വസിക്കാൻ കഴിയോ? ആ സംസമിലും ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉളു എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ള ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളം പാത്രത്തിലാക്കി ഉളു എടുത്തതിന്റെ ബാക്കി വെള്ളം സംസം കിണറിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ നാട്ടിലും പരിസരത്തുള്ള ആളുകൾക്ക് ബേജാറ് കൂടിയത്. ഇനി അത് കുടിക്കണോ കുടിക്കണ്ടേ തീരുമാനിക്കണം. ഈ ഹദീസ് കണ്ടപ്പോ അവർക്ക് ബേജാറായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉളു എടുത്ത വെള്ളം സംസം കിണറിലേക്ക് ഒഴിച്ചു എന്ന് പറയുമ്പോഴേക്ക് ബേജാറ് തുടങ്ങി. എന്ത് ബേജാറ് വിടാനാ?
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഉറവ പൊട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നല്ലേ സ്വഹാബത്ത് വ്യത്യസ്ത തലങ്ങളിൽ ഉളു എടുത്തത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ തങ്ങളെ കൈവിരലിലേക്ക് നോക്കുന്നു, കയ്യിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നു. അംസാലൽ ഉയൂൻ, തടാകങ്ങളിലൂടെ വെള്ളം ഒഴുകും പോലെ പാത്രത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ വിരല് വെച്ചിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ചോദിച്ചു, എത്ര പേരുണ്ടായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞങ്ങൾ 1000 പേരുണ്ടെങ്കിലും ആ വെള്ളം ഞങ്ങൾക്ക് മതിയാകുമായിരുന്നു. ആ ഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് 80 പേരാണ്. മറ്റൊരു സന്ദർഭത്തിൽ 150 പേരുണ്ട്, വേറൊരു സന്ദർഭത്തിൽ 300 പേരുണ്ട്. വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇതേ സംഭവം നടന്നിട്ടുണ്ട്. അതാണല്ലോ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള വെള്ളം ഏതാണ്? സംസം വെള്ളത്തെക്കാളും ബഹുമാനമേതിനാണ്? വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി സാബിഇൻ നബിയിൽ മുത്തബഅ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗരിച്ചു വന്ന വെള്ളത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. വിശ്വാസമില്ലാത്തവൻ പറയുന്നു അതും വേസ്റ്റാണ് എന്ന്. മുഅ്മിനീങ്ങളെ, നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഹുദൈബിയയിൽ ഒരു കിണറുണ്ട്. ആ കിണറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജീറാനയിൽ ഒരു കിണറുണ്ട്. ആ കിണറിന്ന് മൂടപ്പെട്ട അവസ്ഥയിലാ കാണുന്നത്. അവിടെയുമുള്ള കിണറ്റിനും ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും കുടിക്കുന്ന സൂക്ഷിക്കുന്ന സംസം വെള്ളത്തിനും അതുണ്ട്. അപ്പൊ വുളു എടുത്ത ശേഷിക്കുന്ന വെള്ളം കുടിക്കുന്നത് വലിയ ശിഫയാണ്. സംസം വെള്ളത്തിന് അല്ലാതെ തന്നെ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് ഒന്നുകൂടി ഇരട്ടിയായി വർദ്ധിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്താണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് കൊണ്ട് ഇങ്ങനെ മാന്തി ഉണ്ടാക്കിയത്. അവിടെയാണല്ലോ നീരുറവ പൊട്ടിയൊഴുകിയത്. ശുദ്ധിയാക്കണമെന്ന് പലരും വാശി പിടിച്ചു. ആ കിണറിൽ പലതുമുണ്ടെന്ന്. പക്ഷേ ശുദ്ധിയാക്കാൻ ആർക്കും കഴിയുന്നില്ല. കാരണം വെള്ളം വറ്റിക്കാൻ ഏത് ഉപകരണങ്ങൾ വെച്ചിട്ടും വറ്റുന്നില്ല. അവസാനം അറബികളിൽപ്പെട്ടവർ തന്നെ പലരും പറഞ്ഞു, അല്ലാഹുവിന്റെ വെള്ളം അല്ലാഹു തന്നെ കാത്തുകൊള്ളും, നമ്മൾ എന്ത് ശ്രമിച്ചിട്ടും നടക്കൂല. മൂടപ്പെട്ടു പോയിരുന്ന കിണറാണ്. അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പിന്നീട് അത് പുതുക്കി പുനരാരംഭിച്ചു, അത് കുഴിച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നും അത് നിലനിൽക്കുന്നു. ആ ജലാശയത്തിലുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നതിന്റെ ശേഷിപ്പുണ്ട്. വുളു എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കി കുടിക്കണം. ശേഷം സ്വലാത്ത് ചൊല്ലണം. അതേ, ആ സ്വലാത്ത് മറന്നുപോകാൻ പാടില്ല. രണ്ടാമതായിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഇദാ മർറ ഫീഹാ ബിആയത്തിൻ ഫീഹാ ദിക്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരായത്ത് ഇങ്ങനെ ഓതുമ്പോൾ നബി തങ്ങളെ മഹത്വം പറയുന്ന ആയത്താണ്. അവിടെ സ്വലാത്ത് ചൊല്ലൽ കേൾക്കുന്നവനും ഓതുന്നവനും സുന്നത്താണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു സുന്നത്തില്ലാന്ന് ഫത്വ നൽകിയിട്ടുണ്ടെങ്കിലും അത് അറിയാത്തവരല്ലേ ഇബ്നു ഹജർ തങ്ങള്. മഹാനവർകൾ പറയുന്നു, ഇമാം നവവി തങ്ങൾ അത് സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒരു സംഗതി സുന്നത്തുണ്ട്. അതിന് മഹാനവർകൾ അവലംബമാക്കിയത് അൻവാർ എന്ന് പറയുന്ന കിതാബിലെ മുസന്നിഫ് ഉദ്ധരിച്ച ഉദ്ധരണിയാണ്. ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിക്കുന്ന ഒരായത്തങ്ങ് ഓതിപ്പോയാൽ ഒന്ന് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും ഒരു സ്വലാത്ത് അവിടെ ചൊല്ലണം. സുബ്ഹാനല്ലാഹ് മൂന്നാമത്തെ ഘട്ടമായി പറയുന്നത് നിസ്കാരാനന്തരമാണ്. നിസ്കരിച്ച് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, അങ്ങനെ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ, അതേ, അല്ലാഹുമ്മ ആതി മുഹമ്മദനിൽ വസീല വജഅൽ ഫിൽ മുസ്തഫീന മഹബ്ബതാ വഫിൽ ആലമീന ദറജതാ വഫിൽ മുഖറബീന ദറഹു. ഈ പ്രാർത്ഥന ഒരാൾ നടത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് അവന് ഉറപ്പാകുന്നു. നിസ്കാരത്തിന്റെ ശേഷം
ഫർള് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് 80 കൊല്ലം ഒരൊറ്റ ദിവസവും വിടാതെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയുന്ന സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്ത് ഓതിയ മഹാനാണ് ഇമാം ശിബിലി റഹിമഹുല്ലാഹ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ച ചില മഹാന്മാർ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുന്നിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നിന്ന് ശിബിലി ഇമാം തങ്ങളെ 2 കണ്ണിനിടയിൽ ചുംബിക്കുന്നു. കണ്ട മഹാന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇത്രത്തോളം ശിബിലി ഇമാമിന് ബഹുമാനം കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ കഴിഞ്ഞാൽ എല്ലാ ഫർള് നിസ്കാരവും കഴിഞ്ഞിട്ട് എന്റെ മഹത്വം പറയുന്ന ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന ആയത്ത് ഓതുന്ന മഹാനാണ്. അതിന്റെ പുറമേ വയത്ബഉഹാ ബിസ്സലാത്തി അലയ്യ, ആ ആയത്ത് ഓതിയിട്ട് പിന്നൊരു സ്വലാത്തും ചൊല്ലും. ആയത്ത് മാത്രല്ല, അതിന്റെ ശേഷം ഒരു സ്വലാത്തും എനിക്ക് ചൊല്ലും. അങ്ങനെ എന്നെ ഓർക്കുന്ന, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളെ കാണുമ്പോ ഞാനും ഒന്ന് ബഹുമാനിക്കണ്ടേ? അതിനാ ഞാൻ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് 2 കണ്ണിനിടയിൽ ചുംബനം കൊടുത്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്. വേറെ ചില റിപ്പോർട്ടിൽ കാണാം, ശിബിലി ഇമാം തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വർഗത്തിൽ മഹാനവറുകൾ സ്വർഗീയരുടെ കൂട്ടത്തിലായി കണ്ടപ്പോ, സ്വർഗത്തിൽ വലിയ ബഹുമാനത്തോടെ നടക്കുന്ന കണ്ടപ്പോ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചൊരാള്, എന്തേ അല്ലാഹു നിങ്ങൾക്ക് ഇത്ര ബഹുമാനം തന്നത്? ഒന്നുമല്ല, അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച നേതാവ്, ഏറ്റവും ബഹുമാനിച്ച സൃഷ്ടി ആരാണ്? അക്രമുൽ ഖൽഖ് ആരാണ്? സഹോദരങ്ങളെ, സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമാർക്കാണ്? തർക്കമില്ലല്ലോ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഏറ്റവും വലിയ ബഹുമാനം. അത്ര ബഹുമാനം അല്ലാഹു ആർക്കും നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളുള്ള ബഹുമാനം. ബാപ്പ വിളിക്കുന്നു, മോനെ, മോന് ഫർള് നിസ്കരിക്കാണ്. നിസ്കാരം കൈയ്യച്ചു പോയിട്ട് ബാപ്പാനെ വിളിക്കുത്തരം ചെയ്യാൻ പറ്റുമോ? ഫർള് നിസ്കാരത്തിൽ ബാപ്പ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു, കൈയ്യച്ചു പോയി ഉത്തരം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ ബാപ്പാന്റെ ഉമ്മാനെ വിളിക്കുത്തരം ചെയ്യണം. അതേ സമയത്ത് അതിനേക്കാൾ അപ്പുറം ഫർള് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിളിച്ചാൽ കൈയ്യച്ചു പോയി ഉത്തരം ചെയ്യണം. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചിരുന്നൊരു സ്വഹാബി, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിസ്കാരത്തിൽ നബി തങ്ങൾ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്, ഉള്ളിലാണ് ആ സ്വഹാബി. നിസ്കരിക്കുകയായിരുന്നു, നബി തങ്ങൾ വിളിച്ചു, വിളിക്ക് ഉത്തരം ചെയ്തില്ല. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ നിസ്കാരത്തിലായിരുന്നു. അള്ളാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് നബി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും എപ്പോ വിളിച്ചാലും ഉത്തരം ചെയ്യണം. നിസ്കാരത്തിലാകട്ടെ, ഫർള് നിസ്കാരത്തിലാകട്ടെ, മാറ്റമില്ല. ഫർള് നിസ്കാരത്തിൽ പോലും കൈയ്യച്ചു ഉത്തരം ചെയ്യണമെന്ന് കൽപ്പനയുള്ള ഒരേ ഒരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തൊരു ബഹുമാനാണ് അല്ലാഹു തആല കൊടുക്കുന്നത്, എന്തൊരു സ്ഥാനമാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള നബിമാരെ മുഴുവനും അല്ലാഹു തആല അവരെ പേരെടുത്ത് സംബോധന നടത്തി ഖുർആനിൽ. യാ ആദമു, അല്ലാഹു വിളിച്ചില്ലേ? ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. നൂഹ് നബിനെ അല്ലാഹു യാ നൂഹു എന്ന് വിളിച്ചില്ലേ? ഇബ്രാഹിം നബിനെ അല്ലാഹു യാ ഇബ്രാഹിം എന്ന് വിളിച്ചില്ലേ? മൂസാ നബിനെ അല്ലാഹു യാ മൂസ എന്ന് വിളിച്ചില്ലേ?
പക്ഷേ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ബഹുമാനം കണ്ടോ? പേരെടുത്ത് വിളിക്കാതെ അല്ലാഹ് വിളിക്കുന്നത് യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, ഇങ്ങനെയല്ലേ വിളിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും പേരെടുത്ത് വിളിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, ജനങ്ങളോടും അല്ലാഹു അത് പഠിപ്പിച്ചു. ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ പരസ്പരം പേര് വിളിക്കും പോലെ അല്ലാഹുവിന്റെ റസൂലിനെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല. വിളിക്കേണ്ടത് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങനെയാണ് വിളിക്കേണ്ടത്. ബഹുമാനം അങ്ങനെയാണ്. നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. പേരുകൊണ്ടാണോ നബി തങ്ങളെ സംബോധന ചെയ്യുന്നത്? അല്ലേ അല്ല. ഏറ്റവും ബഹുമാനമുള്ള നേതാവിനെ ദുനിയാവിൽ വെച്ച് നിസ്കാരത്തിന്റെ ശേഷം ഞാനങ്ങ് ബഹുമാനിച്ചപ്പോ നബിതങ്ങൾ എനിക്ക് വലിയ ബഹുമാനം തന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 80 വർഷമായി ഇമാം ശിബിലി റഹിമഹുല്ലാഹ് എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തുനബി തങ്ങളെ ഓർത്തുകൊണ്ട് ആയത്ത് ഓതും. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതിനുശേഷം അതാ ഒരു സ്വലാത്തും ചൊല്ലുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇക്റൊക്കെ കഴിഞ്ഞിട്ട് സ്വലാത്തിൽ നിന്നതിന് വലിയ മഹത്വമുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വലാത്തുകളൊക്കെ ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വലാത്തിന്റെ മഹത്വത്തെ പറ്റി ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. ഇഖാമത്ത് കൊടുത്ത ഉടനെ, ബാങ്കിന്റെ ഉടനെ സ്വലാത്ത് ചൊല്ലണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? നമ്മളെ നാട്ടിൽ ചിലർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നറിയില്ലേ? ബാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദ്. ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തുൽ ഖായിമ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. കൂടെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ല സുന്നത്തില്ല. ഈ മുഅദ്ദിന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ? അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. ശേഷം സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി എന്ന് ദുആർക്ക്. ബാങ്കിനും ഇഖാമത്തിന് ശേഷം അത് പ്രത്യേകം സുന്നത്താണ്. ആ ദുആഇന് വലിയ പുണ്യമുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന വസീല നബി തങ്ങൾക്കല്ലാതെ മറ്റാർക്കും അല്ലാഹു തആല അത് കൊടുക്കുന്നില്ല. ആ വസീല നമ്മൾ ചോദിച്ചാൽ നമുക്കെന്താ കിട്ടാനുള്ളത്? അല്ലാഹു തആല കൊടുക്കുന്ന വസീല നമ്മൾ ചോദിക്കുമ്പോ മാഷാ അല്ലാഹ് മക്കവിസ്ത വന്നു. അസ്സലാമു അലൈക്കും. ആ വസീല ചോദിക്കുമ്പോ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, എന്റെ ശഫാഅത്ത് നബി തങ്ങൾക്ക് ഉറപ്പായി. ഹല്ലത്ത് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം വജബത്ത് എന്നാണ്. ചില റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് സ്ഥിരപ്പെട്ട് കിട്ടാൻ നമ്മൾ ചൊല്ലേണ്ടത് വളരെ ചെറിയൊരു മാർഗമാണ്. നബി തങ്ങൾക്കല്ലാതെ അല്ലാഹു തആല വസീല എന്ന പദവി ആഖിറത്തിൽ ആർക്കും കൊടുക്കൂല. മഖാമും മഹ്മൂദ് നബി തങ്ങൾക്ക് മാത്രമേ അല്ലാഹ് കൊടുക്കുകയുള്ളൂ. അത് കൊടുക്കാൻ സഹോദരങ്ങളെ നമ്മൾ ദ്വാരന്നിട്ട് വേണോ നബി തങ്ങൾക്കത് കിട്ടാൻ? നമ്മൾ ദ്വാരക്കുന്നത് നമുക്ക് അവിടുത്തെ ശഫാഅത്ത് കിട്ടാനാണ്. അതുകൊണ്ടാണ് ആ ദുആഇന്റെ അവസാനം വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് എന്നുകൂടി ചേർത്തി ദ്വാരക്കുന്നത്.
കാരണം ഇത് പഠിപ്പിക്കുന്ന ഹദീസുകളിലൊക്കെ ഷഫാഅത്തിനെ സംബന്ധിച്ച് ഷഫാഅത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിൽ ആ ഷഫാഅത്തും ചോദിക്കുകയാണ്. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. കൂട്ടത്തിൽ ഒന്നാണിത്. വേറെ ഒന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക. മൻസാറ ഖബരിഹി വജബത് ലഹു ഷഫാഅത്തി. എന്നെ വന്ന് സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ഷഫാഅത്ത് സ്ഥിരപ്പെട്ടു പോയി. ആ സിയാറത്ത് സുന്നത്തല്ലേ? ആ സിയാറത്ത് സുന്നത്താണ് സഹോദരങ്ങളെ. മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും ഹജ്ജ് പറയുന്നിടത്താണ് മദീന സിയാറത്ത് പഠിപ്പിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? കാലങ്ങൾക്ക് മുമ്പേ ഹജ്ജ് കഴിഞ്ഞാൽ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്യുന്നൊരു പതിവുണ്ട്. അങ്ങനെ സിയാറത്ത് ചെയ്യാൻ പോകാൻ പാടില്ല എന്ന് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചതാരാ? വിദേഹത്തുകാരാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, ഇൽമു കൊടുത്ത് അള്ളാഹു അവരെ നന്നാക്കട്ടെ, അവരെ ഷറിൽ നിന്ന് മുസ്ലിം ലോകത്ത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സിയാറത്ത് പാടില്ല എന്ന് നേരത്തൊരൊറ്റ കുട്ടിയും അങ്ങനെ എഴുതിയിട്ടില്ല. അത് എഴുതാൻ ധൈര്യം കാണിച്ച ആള് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ വന്ന ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആദ്യം അതിന് ധൈര്യം കാണിച്ചത്. അയാളെ പേനയിൽ നിന്നാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായി തീർന്നത്. അതിനു മുമ്പും ശേഷമൊക്കെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഇൽമുള്ള എല്ലാ മഹാന്മാരും ഹജ്ജ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിയാറത്ത് ചെയ്തിട്ടുണ്ട്. തങ്ങളെ വഫാത്തിന് ശേഷം മക്കയിൽ താമസിച്ചിരുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് പിന്നെ മക്കയിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെയാണ് പതിവ്. നമ്മളെ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ നോക്കി നിങ്ങൾ പലരുടെയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് മക്കത്തും മദീനത്തും പോയാലും മദീന പള്ളിയിൽ ജമാഅത്തിന് കൂടിയാലും ഒരു സലാം പറയാം മുത്തുനബിതങ്ങൾക്ക്. എന്താ നബിതങ്ങൾ ഇവർ ചെയ്തത്? അവരെ വാപ്പാനെ ഖബറുകളൊക്കെ വന്നിട്ട് അവർ സലാം പറയുന്നു. പക്ഷേ മുത്തുനബിതങ്ങൾ ഹദറത്തിൽ പോയിട്ടൊരു സലാം പറയാൻ എന്തൊരു മടിയാണ് അവർക്ക്. എന്താണ് സഹോദരങ്ങളെ മുത്തുനബിതങ്ങൾ അവരെ ചെയ്തത്? അവരെ ഉള്ളിലുള്ള നിഫാഖ് അതിന് സമ്മതിക്കുന്നില്ല. ഇത്രയും മുടക്കി പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോടൊരു പണക്കം വേണോ? മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ഹജ്ജ് ജഞ്ചിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ എന്നോട് പിണങ്ങിയവനാണ്. വിദൂര രാജ്യങ്ങളിൽ നിന്ന് സ്വഹാബത്ത് ഇടക്കിടക്ക് വന്ന് സിയാറത്ത് ചെയ്യുന്ന പതിവാണ്. അയിമ്മത്തുൽ അർബഅ മുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ലോകത്തറിയപ്പെട്ട അഖ്താബുകൾ മുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എത്ര വലിയ ഇൽമിന്റെ ഗോപുരങ്ങളാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ ആ സിയാറത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാദ്യം ലോകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് അയിമ്മത്തുകളല്ലേ, മഹാന്മാരല്ലേ, അഖ്താബുകളല്ലേ. അവരൊക്കെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ സിയാറത്ത് വലിയ ഫലമുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് വാങ്ങിന് ശേഷം ഇഖാമത്തിന് ശേഷം ദുആ ഒഴിവാക്കരുത്, സ്വലാത്ത് ഒഴിവാക്കരുത്. അതൊന്നും പതിവാക്കണം. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന വലിയ ഒരു സംഗതിയാണത്. അഞ്ചാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു, ഇൻദൽ ഖിയാമിലി സ്വലാത്തിൽ ലൈലി മിനൻ നൗം. രാത്രിയിൽ ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്ന് സ്വലാത്ത് ചൊല്ലണേ. ഹദീസിൽ കാണാം, യദ്ഹഖുല്ലാഹു ഇലാ റജുലൈനി, രണ്ട് തരം ആളുകളിലേക്ക് അല്ലാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കുന്നു. റജുലുൻ ലഖിയൽ അദുവ വഹുവ അലാ ഫറസിൻ മിൻ അംസലി ഖൈലി അസ്ഹാബിഹി ഫൻഹസമു വതബതാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. കൂടെയുള്ള ആളുകൾ
പലരും ശത്രുപക്ഷത്തെ കണ്ടപ്പോ പേടിച്ചവര് പിന്തിരിഞ്ഞു പോയി. ഈ മനുഷ്യൻ പടക്കളത്തിൽ അങ്ങനെ ഉറച്ചു നിന്നു. ആ മനുഷ്യനോട് അള്ളാഹുവിന് വലിയ സന്തോഷമാ. മുന്നിൽ ഒരുപാട് ശത്രുക്കളെ കണ്ടിട്ടും പേടിച്ച് വരണ്ടോടിയില്ല. നല്ല മനോധൈര്യത്തോടെ ഉറച്ചു നിന്ന ആ വ്യക്തിയിലേക്ക് അല്ലാഹു അവന്റെ തൃപ്തിയുടെ നോട്ടം നോക്കുന്നു. ഫൈൻ ഖുതില ഉസ്തുഷ്ഹിദ, അതെ, അയാൾ അവിടെ കൊല്ലപ്പെട്ടാൽ ഷഹീദായി, ഷഹാദത്തിന്റെ പ്രതിഫലം ലഭിച്ചു. വൈൻ ബഖിയ, അയാളെ തൊടാൻ ധൈര്യം കാണിക്കാതെ ശത്രുക്കൾ തിരിച്ചുപോയാലോ അയാൾ വിജയിച്ചു പോയി. തിരിച്ചു ഒളിച്ചോടി പോകാൻ പാടില്ലല്ലോ, ഉറച്ചു നിൽക്കണ്ടേ, ഈമാന്റെ ഭാഗല്ലേ. അപ്പൊ അയാളെ ഈമാന് കണ്ടിട്ട് അല്ലാഹു തആല സന്തോഷിക്കാം. നല്ല ഈമാനുള്ള മനുഷ്യനാണ്. അപ്പുറത്ത് എത്ര ആളുകൾ വന്നിട്ടും തിരിച്ചു ഓടുന്ന പരിപാടിയില്ല. രണ്ടാമത്തെ ആൾ ആരാണ്? വറജുലുൻ ഖാമ ഫീ ജൗഫിൽ ലൈൽ, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു ലാ യഅലമു ബിഹി അഹദുൻ, അയാൾ എഴുന്നേൽക്കുന്നത് ആരും അറിയുന്നില്ല. എന്നിട്ട് ഉളു എടുത്തു, പൂർണ്ണമായി ഉളു എടുത്തു, അല്ലാഹുവിനെ സ്തുതിച്ചു, അല്ലാഹുവിനെ പ്രകീർത്തിച്ചു. വസല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രി നട്ടപ്പാതിരാക്ക് നിസ്കരിക്കാൻ എണീറ്റ മനുഷ്യന് അല്ലാഹുവേ നീ എനിക്ക് വലിയ ഭാഗ്യം തന്നല്ലോ, പലരും ഉറങ്ങുമ്പോഴും ഉറക്കത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ, ഈ നിസ്കാരത്തിന് എനിക്ക് തൗഫീഖ് തന്നല്ലോ. അല്ലാഹുവിന് സ്തുതി പറഞ്ഞിട്ട് എനിക്ക് സ്വലാത്തും ചൊല്ലി വസ്തഫ്തഹൽ ഖുർആൻ, ശേഷിക്കുന്ന സമയത്ത് ഖുർആൻ ഓതി തുടങ്ങി. ഫദാകല്ലദീ യൽഹഖുല്ലാഹു ഇലൈഹി, ആ മനുഷ്യനെയും അല്ലാഹു തൃപ്തിയോടെ നോക്കുന്നു. രാത്രി അർദ്ധരാത്രി സമയത്ത് എഴുന്നേൽക്കുമ്പോ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോട് പറയട്ടെ, അള്ളാഹുവിനെ സ്തുതിക്കാറില്ലേ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഖുർആൻ ഓതണം. ഖുർആനോത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അത് സുബഹിക്ക് നേരെ ശേഷമല്ല, ഇശാ മഗ്രിബിന്റെ ഇടയിലല്ല. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം വഖ്തു സഹരി, അത്തായത്തിന്റെ സമയമാണ്. ഓതാൻ ഒരു പേജാണോ കിട്ടുന്നത്, അപ്പോൾ ഓതണം. അത്ര മഹത്വമുള്ളൊരു നേരം 24 മണിക്കൂറിൽ വേറെ ഇല്ല. മഹാന്മാരെങ്ങനെ ചെയ്യല്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ഖുർആൻ ഓതും. ഒരു നിശ്ചിത അളവിൽ ഖുർആൻ ഓതി കഴിഞ്ഞാൽ കൂടുള്ള ആളോട് ചോദിക്കും വാങ്കൊടുത്തു നോക്കും. ഇല്ല, വാങ്കൊടുത്തില്ല എന്നറിയും. വാങ്കൊടുക്കുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലും. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇസ്തിഗ്ഫാർ അങ്ങനെ ചൊല്ലും. ബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്തായത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലും. വാങ്കൊടുക്കുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലും. വാങ്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിച്ച് വേഗം പള്ളിയിലേക്ക് പുറപ്പെടും. അങ്ങനെയാണ് പതിവ് ശൈലി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈലി അങ്ങനെയാണ്. അപ്പൊ നമ്മളും അത്തായത്തിന്റെ സമയത്ത് രാത്രി എഴുന്നേറ്റാൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലണം. പിന്നെ പറയുന്നു ആറാമത് ബഅദൽ ഫറാഗി മിനത്ത് തഹജ്ജുദി, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടും സ്വലാത്ത് ചൊല്ലണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി രാത്രി എഴുന്നേൽക്കുമ്പോൾ വുളു എടുക്കാനുള്ള വെള്ളം ഞങ്ങൾ റെഡിയാക്കി വെക്കും. മിസ്വാക്കും തന്നെ നല്ലോണം വൃത്തിയാക്കി ഒരു ഭാഗത്ത് വെക്കും. രാത്രി തങ്ങൾ എഴുന്നേറ്റാൽ വുളു എടുത്ത് മിസ്വാക്ക് ചെയ്ത് വുളു എടുക്കും. അങ്ങനെ പിന്നെ തങ്ങൾ നിസ്കരിക്കും. 9 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് അതേ ഈ രണ്ട് റക്അത്തായി നിസ്കരിച്ച് പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കും. 1 റക്അത്ത് വിത്ർ കൂടി ബാക്കിയുണ്ടാകും. അതിനിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അല്പം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിൽ പഠിപ്പിക്കുന്നു, സുബ്ഹാനല്ലാഹ്. പിന്നെ 1 റക്അത്ത് വിത്റും കൂടി നിസ്കരിക്കുന്നു. വിത്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ദ്വാർക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷവും സ്വലാത്തുൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എണ്ണി പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പള്ളി കാണുമ്പോൾ പള്ളിയുടെ സമീപത്തുകൂടെ വാഹനത്തിലോ നടന്നിട്ടോ പോകുമ്പോ ഒരു സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. പള്ളി കാണുമ്പോ നോക്കൽ പ്രത്യേക സുന്നത്തുണ്ടല്ലോ.
അല്ലാഹു തആലയിലേക്ക് 5 നേരവും വിളിക്കുന്ന, നിസ്കാരം നടക്കുന്ന, ദിക്ർ നടക്കുന്ന ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കേന്ദ്രമല്ലേ പള്ളി? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ പള്ളി? ആ പള്ളിയുടെ പരിസരത്തുകൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദ്, നമുക്കറിയുന്ന സ്വലാത്തുകൾ ചൊല്ലുക. വദഖൂലിഹാ, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും സ്വലാത്ത് സുന്നത്തുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സ്വലാത്ത് സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. സ്വലാത്തിൽ പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന് മാത്രം പറഞ്ഞാ പോരാ. പലയിടത്തും അത്ര എഴുതിയിട്ടുള്ളൂ അല്ലേ? അത്ര എഴുതിയുണ്ട്, നമ്മൾ അത്ര ചൊല്ലുന്നുള്ളൂ. പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുമ്മ അസ്അലുക മിൻ ഫളലിക എന്ന് മാത്രം ദിക്റിൽ എഴുതിയിട്ടുള്ളൂ. അത് മാത്രമല്ല ഉള്ളത്, സ്വലാത്തും കൂടി ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതൊരു പ്രത്യേക സന്ദർഭമാണ്. പള്ളിയിലേക്ക് കിടക്കല്ലേ, പള്ളിയിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കാനും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ ഒരവസരം നമുക്ക് നേടിത്തന്നത്, ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത്, ഈ മഹത്വങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തിയത് ആരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് പോകുന്നതിന്റെ മഹത്വങ്ങളൊക്കെ പഠിപ്പിച്ചത് തങ്ങളല്ലേ? ഇദംപ്രദമായി തങ്ങളല്ലേ അത് പഠിപ്പിച്ചത്? അപ്പൊ ആ പ്രവേശിക്കുമ്പോഴും ദ്വാരക്കുന്നതിന് കൂടെ സ്വലാത്തും സലാമും ചൊല്ലുക, പുറപ്പെടുമ്പോഴും അങ്ങനെ സ്വലാത്തും സലാമും ചൊല്ലുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ച ചില ഹദീസിലൊക്കെ അല്ലാഹുമ്മ അസ്മിനി മിനശ് ശൈത്വാൻ, അല്ലാഹുമ്മ അസ്മിനി മിനശ് ശൈത്താൻ, പടച്ചോനെ ഞാൻ പള്ളിയിലേക്കാണ് കയറുന്നത്, പള്ളിയിൽ നിന്നാണ് ഇറങ്ങുന്നത്, ശൈത്താനിൽ നിന്ന് എന്നെ നീ കാക്കണേ. നിന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ പള്ളിയുടെ പരിസരത്തൂടെ പോകുമ്പോ സ്വലാത്ത് ചെല്ലണമെന്ന് പഠിപ്പിച്ചത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. 8ാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു യൗഫി യൗമിൽ ജുമുഅത്തി വലൈലതിഹാ, വെള്ളിയാഴ്ചന്റെ രാവിലും പകലിലും ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ ഭരണാധികാരികളിലേക്ക് മുഴുവനും എഴുതിയ കത്തില് മഹാനവറുകൾ എഴുതി വെച്ചു, അതേ ജനങ്ങളോടൊക്കെ നിങ്ങൾ വെള്ളിയാഴ്ച നല്ല ഇൽമു പറഞ്ഞു കൊടുക്കണം, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് ആളുകൾക്ക് നല്ല ഇൽമു പറഞ്ഞു കൊടുക്കണം. ഫഇന്ന ഗായിലത്തുൽ ഇൽമി അന്നിസിയാൻ, ഇൽമിന്റെ കേട് വരുന്നത് മറദിയാണ്. വഅക്സിറു സ്വലാത്ത അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച അന്ന് ധാരാളം സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉഹിബ്ബു കസറത്ത സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി ഹാൽ. വെള്ളിയാഴ്ച പകലിലും രാത്രിയിലും കൂടുതൽ ഞാൻ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ദർസ് നടത്തിയിട്ട് മഹാനവറുകൾ മതിയാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്ത മഹാനല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. രാവും പകലും ശിഷ്യന്മാർക്ക് ദർസ് നടത്തുന്ന മഹാനവറുകളല്ലേ. മഹാനവറുകൾ പറയുന്നു, എനിക്ക് വെള്ളിയാഴ്ച രാവിലും പകലിലും ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? കൂടുതൽ സ്വലാത്ത് ചൊല്ലലാണ്. നമ്മളും ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. കഴിവിന്റെ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ചുരുങ്ങിയ സ്വലാത്തിന്റെ എണ്ണമല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് 300. അതെ, 100 ചെല്ലിയാ പോലെന്ന് ചോദിക്കും ചിലര്. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു അധികം എന്ന് പറയണമെങ്കിൽ 300 അപ്പുറം കിടക്കണം. വെള്ളിയാഴ്ച മാത്രം തന്നെ ആയിരക്കണക്കിന് സ്വലാത്ത് പതിവാക്കി എത്ര മഹാന്മാരുണ്ട്. വെള്ളിയാഴ്ചന്റെ പകലും വെള്ളിയാഴ്ചന്റെ രാവിലും. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ചന്റെ രാത്രി വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് മജ്ലിസുകൾ. എങ്ങനെ മമ്പുറത്ത് കണ്ടില്ലേ നിങ്ങൾ? എല്ലാ വെള്ളിയാഴ്ച രാവിലും സ്വലാത്ത്. എത്ര സ്ഥലങ്ങളുണ്ട് അങ്ങനെ സ്വലാത്ത് നടക്കുന്നത് പള്ളികളിൽ. അതൊക്കെ മുതലാക്കാൻ പറ്റിയ സദസ്സുകളാണ്, വെറുതെ കളയാൻ പാടില്ല. ആ സദസ്സിലൊന്ന് പോയിരുന്ന് അവരെ കൂടെ ഒന്ന് സ്വലാത്തില്ലാൽ അതിന് കിട്ടുന്ന മഹത്വം ചെറുതല്ല. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുസ്താദ്, അള്ളാഹു ദറജേറ്റി കൊടുക്കട്ടെ, സ്വലാത്തുകൾ സ്ഥാപിച്ച എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളിയാഴ്ച രാവിൽ മറ്റു രാവുകളിലൊക്കെ ആ സ്വലാത്ത് അങ്ങനെ ദായിമാക്കി ചൊല്ലി വരുന്നു. അവർ സ്ഥാപിച്ച ദിക്റുകളൊക്കെ വലിയ മഹത്വമുള്ളതാണ്. വെള്ളിയാഴ്ച രാവിലും പകലുള്ള സ്വലാത്ത് നമ്മൾ മറക്കാൻ പാടില്ല.
തങ്ങൾ ആ സ്വലാത്തിന്റെ മഹത്വം പഠിപ്പിച്ചു. വെള്ളിയാഴ്ച കഴിയുന്ന അത്ര സ്വലാത്തുകൾ, എത്രയാണോ എണ്ണം കഴിയുന്നത് അത്രയും സ്വലാത്തുകൾ വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലണം. നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വെളിവാക്കപ്പെടുന്ന സ്വലാത്തുകളാണത്. അക്സിറു സ്വലാത്ത് അലയ്യ ഫീ, വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും എനിക്ക് നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം. ഒറ്റ വെള്ളിയാഴ്ചയും സ്വലാത്തെല്ലാം വിട്ടുപോകരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, സെയ്ദ് ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്, സെയ്ദേ, നിനക്ക് പറ്റുമോ എല്ലാ വെള്ളിയാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലാൻ കഴിയുമോ? ലാ തദ ഇൻ കാന യൗമുൽ ജുമുഅ, ഇദാ കാന യൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ചന്റെ പകലായാൽ, അൻ തുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫ മറ, 1000 സ്വലാത്ത് മുത്തുനബി തങ്ങൾക്ക് നീ ചൊല്ലണം. എന്താണ് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ ചൊല്ലിക്കൊടുത്തു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി. ചുരുങ്ങിയ ഒരു സ്വലാത്താണത്. 1000 തവണ നീ ചൊല്ലണം. ഒരിക്കലും നീ കുറഞ്ഞു പോകരുത്. ആ സ്വലാത്തുകളൊക്കെ പ്രത്യേകം എഴുതി വെക്കാൻ മലക്കുകളുണ്ട്. വ്യാഴാഴ്ചയായാൽ ബഅസല്ലാഹു മലായിക, അല്ലാഹു മലക്കുകളെ അയക്കും. മഅഹും സുഹുഫും മിൻ ഫില്ലാഹ്, ആ മലക്കുകളോടൊപ്പം വെള്ളി നിറത്തിലുള്ള, വെള്ളി കളറിലുള്ള ഏടുകളുണ്ട്. വഅഖ്ലാമുഹും മിൻ ദഹബ്, അവരുടെ പേനകൾ സ്വർണത്തിന്റെ പേനകളാണ്. യക്തുബൂന യൗമൽ ഖമീസി വലൈലത്തുൽ ജുമുഅ, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചന്റെ രാത്രിയിലും അവർ എഴുതുന്ന പേര് അക്സറന്നാസി സ്വലാത്തൻ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നാട്ടിലും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ പേരാണ്. 100 ചൊല്ലുന്നവർ ധാരാളം ഉണ്ടാകും, അത് പോരാ. ആ നാട്ടിൽ ആരാണ് കൂടുതൽ ചൊല്ലുന്നവര്, അവരെ പേരാണ് മലക്കുകൾ എഴുതി വെക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്നു. അങ്ങനെ തങ്ങളത് കണ്ട് സന്തോഷിക്കുന്നു. ആ സ്വലാത്ത് വെള്ളിയാഴ്ച പകലിലും രാത്രിയിലും അധികരിപ്പിച്ചാൽ കുന്തു ലഹു ഷഹീദൻ ഔ ഷഫീഅൻ യൗമൽ ഖിയാമ. വേറൊരു റിപ്പോർട്ടിൽ പറഞ്ഞു, അധികം സ്വലാത്തിൽ നിന്ന ആൾക്ക് ഞാൻ അവൻ ആഖിറത്തിൽ സാക്ഷിയാകും. അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ പറയും, പടച്ചോനെ, വെള്ളിയാഴ്ച പകലിലും രാത്രിയിലും എനിക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലിയ ആളാണ്, നീ ഒന്ന് റെക്കമെൻഡ് സ്വീകരിക്കണം. ഈ പാവത്തിന്റെ പാപങ്ങളൊക്കെ നീ ഒന്ന് വിട്ടുകൊടുക്കണം, എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്താണ്. ഷഹീദും ഷഫാഅത്തും രണ്ടും വ്യത്യാസമുണ്ട്. നല്ലോണം അനുസരിച്ച ആളുകൾക്കാണെങ്കിൽ ദോഷികളല്ല, ഇഷ്ടപ്പെട്ടവരാണ്, അവർക്ക് മുത്തുനബി തങ്ങൾ സാക്ഷിയാണ്. ഷഫീഉ ലിൽ ആസിഹി, ദോഷം ചെയ്തിട്ട് രക്ഷപ്പെടാതെ കുടുങ്ങുന്ന മനുഷ്യന് റെക്കമെൻഡ് ചെയ്യുന്നു. രണ്ടും പഠിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലും പകലിലുമുള്ള സ്വലാത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ വെള്ളിയാഴ്ചന്റെ രാവിലും പകലിലും ചൊല്ലണം. കേട്ടിട്ടില്ലേ ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മരണമാസന്നമായ സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് ശിഷ്യന്മാരും മറ്റുമൊക്കെ ചുറ്റുഭാഗത്തുണ്ട്. മഹാനവറുകൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫവുജിദ തഹത റസിഹി റുഖഅതൻ മക്തൂബുൻ ഫീഹാ, ഒരു കടലാസ് കാണുന്നു തലയിണയുടെ ചുവട്ടില്. ആ കടലാസിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹാദിഹി ബറാഅത്തും മിനൻ നാരി ലി ഖല്ലാദ് ഇബ്നു കസീർ. ഒരു കടലാസ് കാണാൻ തലയണന്റെ ചോട്ടിൽ, അതിൽ എഴുതിയിരിക്കുന്നത് ഇത് ഈ മരിച്ചു കിടക്കുന്ന ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന് നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ പത്രാണ്. അപ്പൊ എന്തിനാണ് ഈ മോചനം കിട്ടിയത് എന്ന് ഈ എഴുത്തിൽ എഴുതിയിട്ടില്ല. ഇതിലത്രേ ഉള്ളൂ, ഹാദിഹി ബറാഅത്തും മിനൻ നാരി ഖല്ലാദ് ഇബ്നു കസീർ. ഈ കിടക്കുന്ന ഖല്ലാദ് ഇബ്നു കസീർ എന്ന് പറയുന്ന മഹാന് നരകത്തിൽ നിന്ന് മോചനമാണിത് എന്നൊരു കുറിപ്പാണ്. അപ്പൊ വന്ന ആളുകൾ കുടുംബക്കാരോട് ചോദിച്ചു, എന്താണ് ഈ കിടക്കുന്ന മഹാൻ ധാരാളമായി ചെയ്യുന്ന അമലെന്താണ്? അപ്പൊ കുടുംബം പറഞ്ഞു, കാന യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അല്പം മുന്നിലേക്ക് കയറി ഇരുന്നാല് അവിടെ ആളുകൾക്ക് ഇരിക്കാനോ കസേരൊക്കെ ഒന്ന് ഇടാൻ സൗകര്യം ഉള്ളതാ. ആ ചെയർ, ആ സ്റ്റൂളൊക്കെ ഒന്ന് അവിടെ ഇട്ടാൽ ഒന്ന് മുന്നിലേക്ക് കയറി ഇരുന്നാൽ സുഖമാണ്. അവർക്ക് കൂടി നമ്മൾ സൗകര്യം കൊടുക്കണ്ടേ, ഇരിക്കാൻ സൗകര്യം ഉണ്ടാകും. കുറച്ചുകൂടി അവിടെയുള്ള ആ ഒഴിവുള്ള കസേരയിലേക്ക് ഒന്ന് മുന്നോട്ട് കയറുന്ന ബാക്കിയുള്ള ചെയറൊക്കെ ഒന്ന് അവിടെ ഇട്ടാൽ
ഒന്ന് സുഖാണ്. എല്ലാവരും ഇങ്ങോട്ട് കയറിയിരിക്കും. റോട്ടിലൂടെ പോകുന്ന ആളുകളെ കണ്ടിട്ട് പതുക്കെ പോയി ബുദ്ധിമുട്ടാണ്ട് ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടെ സന്തോഷം പോലെ പോയിക്കോട്ടെ. എല്ലാവരും ഇങ്ങോട്ട് കയറിയിരിക്കും. അങ്ങനെ എന്താണ് കൂടുതൽ ചെയ്യുന്ന അമൽ എന്ന് ചോദിച്ചപ്പോ കുടുംബം പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലും. നമ്മൾ സമയം കൂട്ടി നോക്കിയാൽ സഹോദരങ്ങളെ ചുരുങ്ങിയ സമയം മതി. പക്ഷെ നമ്മളെ നാട്ടിലേക്ക് ഒരു പതിവുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും ഞാൻ പറയും. എല്ലാ ദിവസവും സുബഹിന്റെ ശേഷം ഉണർന്നിരിക്കുന്നവരാണെങ്കിലും വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ ഓർക്കാ ചിലർക്ക്. ഒരു സുന്നത്തുള്ള പോലെ എല്ലാ ദിവസവും ഖൈലൂലത്ത് ഉറങ്ങുന്ന സ്വഹാബിമാര് ഖൈലൂലത്ത് ഉറങ്ങാത്ത ദിവസമാണ് വെള്ളിയാഴ്ച. ഖൈലൂലത്ത് എന്ന് പറഞ്ഞൊരു ഉറക്കം സുന്നത്തുണ്ടല്ലോ. സൂര്യൻ ഉദിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഒരുറക്കം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് വലിയ എളുപ്പം കിട്ടും. ഫുള്ളായിട്ട് ഉറങ്ങണമെന്നില്ല. ഉറങ്ങുന്ന ആൾക്കാർക്ക് ഓരോ സമയം പോലെ ഉറങ്ങാം. ഇനി വേറെ പണിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ളുഹ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റോട്ടെ. അദ്കാറുകളും ഔറാദുകളൊക്കെ കഴിഞ്ഞാൽ, ളുഹാ നിസ്കാരവും നിർവഹിച്ചു കഴിഞ്ഞാൽ നീ അങ്ങ് ഖൈലൂലത്ത് ഉറങ്ങിക്കോ. ലിസ്സുഹാദിലി ത്വാഅത്തിൻ, രാത്രി ചെയ്യുന്ന ആരാധനകൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടി. എന്നിട്ട് സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റുന്ന സമയമാകുന്നതിന് മുമ്പ് നീ ഉണരണം. ഈ ഉറക്കം എന്നും സഹാബിമാർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ ഉറങ്ങുന്ന പതിവുണ്ട്. സുന്നത്തായ ഉറക്കമാണത് സഹോദരങ്ങളെ. പക്ഷേ വെള്ളിയാഴ്ച അങ്ങനെ ഉറങ്ങാറില്ല. ആ ഒരു ഉറക്കം എന്ന സുന്നത്ത് അവർ വെള്ളിയാഴ്ച ഖളാ വീട്ടുന്നത് ജുമുഅക്ക് ശേഷമാണ്. ചില ആൾക്കാരിന്ന് വെള്ളിയാഴ്ച അല്ലേ പള്ളിയിൽ തന്നെ സുബഹിയൊക്കെ നിസ്കരിച്ച് നേരെ പുരയിലെത്തി കട്ടൻ ചായ കുടിച്ച് പത്രം വായിച്ച് പിന്നെ ഒരു ഉറക്കാണ്. കൂട്ടാനാകണവരെ, കഞ്ഞിയും കൂട്ടാനാകണവരെ ഒരു ഉറക്കം. പിന്നെ അത് കഴിഞ്ഞ് കഞ്ഞിയും കൂട്ടാനൊക്കെ ഭദ്രമായി കുളിച്ച് വൃത്തിയായി ബാക്കിയുള്ള ഉറക്കം നല്ല സുന്ദരമായി AC ഒക്കെ കൊള്ളാൻ പറ്റിയ ഏതെങ്കിലും പള്ളിയിലൊക്കെ വന്നാൽ ഖത്തീബ് ഉസ്താദിനൊന്നും ശല്യപ്പെടുത്താതെ ഉസ്താദ് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അൽഹംദുലില്ലാ ഞങ്ങൾക്കും അൽഹംദുലില്ലാണ്. എല്ലാവരും ഉറക്കവും. 40 ആള് കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾപ്പിക്കാന്ന് തോന്നില്ല. 40 ആള് കേൾക്കണല്ലോ സത്യത്തിൽ. ഇത് ഖുതുബ സ്വഹിയാണെങ്കിൽ എങ്ങനെ അവരെ കാതിലേക്ക് കേൾപ്പിക്കണമെങ്കിൽ ഉണർന്നിരിക്കേണ്ട ആൾക്കാർ. പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിപ്പോന്നു ഖുതുബ പോകുന്ന ആൾക്കാരോട്. ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കി. മുന്നിലേക്ക് അവരിങ്ങനെ നോക്കുമ്പോൾ അടച്ചോനെ 40 ഇല്ല, ഇതിപ്പോ നമ്മള് ചുമയും പോകുമോ? 40 എണ്ണം ചെവിൻ തുറന്നത് കേൾക്കുന്നില്ലേ? ഒരു കൂട്ടർ ഒന്നാമത്തെ സഫീർ അൽഹംദുലില്ലാ എന്ന് കേട്ട് അടുത്ത സഫീർ ബാക്കിയുള്ള ഫർളും പിറ്റേ സഫീർ ബാക്കിയുള്ള ഫർളും മതിയോ? അങ്ങനെയാണെങ്കിൽ സുഖാണ്. അൽഹംദുലില്ലാ എന്നുള്ള ഫർള് 1-ാം സഫീർ കേട്ട്, പിന്നെ അടുത്ത സ്വലാത്താണ് അടുത്ത ഫർള്, അത് 2-ാം സഫീറും കേട്ട്, മറ്റേ സഫീർ കഴിഞ്ഞു, ഓരോ വിശ്രമം കഴിഞ്ഞു, പിന്നെ അടുത്ത സഫീർ. ഇങ്ങനെ തക്കുകൊണ്ടുള്ള വസിയത്ത് അടുത്ത സഫീർ ആയാലും 4ഉം കേൾക്കാൻ, ഈ 6 റുക്നുകളും കേൾക്കാൻ ആളെ കിട്ടൂലേ? വലിയ ബുദ്ധിമുട്ടാ സംഗതി. നമ്മൾ നല്ല ഉണർവ് വേണം അവിടെ. വെള്ളിയാഴ്ച ഉറങ്ങേണ്ട നേരമല്ല ജുമുഅന്റെ മുമ്പ്. സ്വലാത്തെല്ലണം. 1000 സ്വലാത്തെല്ലിട്ട് മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്? 1000 സ്വലാത്തെല്ലിട്ട് എത്ര മഹത്തമാ കിട്ടിയത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വം മരിച്ചു കഴിഞ്ഞ് ജനാസ എടുക്കുന്നതിന്റെ മുമ്പ് തന്നെ റിസൾട്ട് വന്നു. വഫാത്തായി കിടക്കുന്ന ഈ മഹാനുഭാവന്റെ തലയിണയുടെ അടിയിലാണ് എഴുത്ത് കാണുന്നത്. ആരാ എഴുതി വെച്ചത്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഹത്വമല്ലേ ആ കിട്ടിയത്. എത്രയോ ആളുകൾക്ക് അങ്ങനെ മഹത്വം കിട്ടിയിട്ടുണ്ട്. ബറാഅത്തും മിനന്നാർ, ദുനിയാവിൽ നിന്ന് തന്നെ മോചനത്തിന്റെ റിസൾട്ട് കത്ത് കിട്ടിയിട്ടുണ്ട്. ആഖിറത്തിൽ രക്ഷപ്പെട്ടു എന്നതിന്റെ അടയാളം ഇവിടെ കിട്ടാനുള്ള കാരണം വെള്ളിയാഴ്ച പതിവാക്കിയ 1000 സ്വലാത്താണ്. അതുകൊണ്ട് ഒറ്റ വെള്ളിയാഴ്ചയും കുറവില്ലാതെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. 9ാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു, എല്ലാ ഖുതുബകളിലും ആ സ്വലാത്ത് വേണം. സ്വലാത്തില്ലാതെ ഒരു ഖുതുബയും നടത്തപ്പെടാറില്ലല്ലോ. വെള്ളിയാഴ്ച ഖുതുബയാകട്ടെ, പെരുന്നാളിന്റെ ഖുതുബയാകട്ടെ, ഗ്രഹണ നിസ്കാരത്തിന്റെ ഖുതുബയാകട്ടെ, നിക്കാഹിന്റെ ഖുതുബയാകട്ടെ, എല്ലാ ഖുതുബകളിലും ചൊല്ലണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാത്ത ഖുതുബ ഫഹിയ കല്ലദിൽ ജദ്മാ, കുഷ്ഠം ബാധിച്ച കൈ പോലെയാണ്.
അതിൽ ബറക്കത്തില്ല. സ്വലാത്ത് ചൊല്ലണം. 10ാമതായി പഠിപ്പിക്കുന്നു, പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിലും സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി നമ്മക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്കിന് എന്താ ഇപ്പൊ ഇമാമ് കെട്ടാത്തത്, എങ്ങോട്ടെല്ലാം പോകാനുണ്ട്, ഈ നിസ്കാരമൊക്കെ ഒന്ന് വേഗം തീർത്തുവിടും. ഇന്നലത്തെ പദ്ധതി ഉണ്ട്, മിഞ്ഞാന്നത്തെ പദ്ധതി ഉണ്ട്, ഇതൊക്കെ ഒന്ന് പൂർത്തീകരിക്കണമെങ്കിൽ വേഗം ഒന്ന് സലാം വിട്ടണ്ടേ. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഖുതുബയും കഴിഞ്ഞിട്ട് ആ പ്രസംഗം കഴിഞ്ഞിട്ട് മരിച്ചവർക്കുള്ള ദുആ കഴിഞ്ഞിട്ട് എപ്പോഴാ പോവുക? പുണ്യ ദിവസമായ പെരുന്നാളിന് ഒരു 10 മിനിറ്റ് കൂടി വേണ്ട, ഒരു 2 മിനിറ്റ് കൂടി മുന്നോട്ട് നിന്നാൽ ഈ സ്വലാത്തൊക്കെ ചൊല്ലാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ് അതിന്റെ തെളിവ്. മഹാനവറുകൾ പഠിപ്പിച്ചു. ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ 2 തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ചൊല്ലൂലേ, അവിടെ ഒരു ഹംദും സ്വലാത്തും കൂടി ചൊല്ലുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത്. ശ്രേഷ്ഠമായ നിസ്കാരത്തിലും അങ്ങനെ ഒരു സ്വലാത്തുണ്ട്. ഇത് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരത്തിലും കണ്ടില്ലേ നിങ്ങൾ സ്വലാത്തല്ലുണ്ട്. 2ാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്തല്ലേ ചൊല്ലുന്നത്. ആ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മുമ്പും ഒരു ഹംദുണ്ട്. 2ാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് കിട്ടിയാൽ വേഗം അല്ലാഹുമ്മ സ്വല്ലി അലാ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് അല്ല, അതിന്റെ മുമ്പ് ഒരു ഹംദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാർക്കും അറിയാത്തില്ലല്ലോ. ഒരു ഹംദ് സുന്നത്തുണ്ട്. ഏതായാലും മയ്യത്ത് നിസ്കാരം എപ്പോഴെങ്കിലല്ലേ നിസ്കരിക്കുള്ളൂ. നാം നിസ്കരിക്കുമ്പോൾ അത് പൂർണ്ണമായി നിസ്കരിക്കണം. തിരക്ക് കൂട്ടിയിട്ട് ഒന്നായിട്ട് ചൊല്ലി കണക്ക് കൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. 2ാം തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, സ്വലാത്ത് മാത്രം പോരാ, സലാമും വേണം. എന്നിട്ട് നബി തങ്ങളുടെ പേര് ബാക്കിയുള്ള സ്വലാത്ത് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം ഉള്ള സ്വലാത്ത് പൂർത്തിയാക്കിയ ശേഷം മൊത്തം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എന്നിട്ടാണ് 3ാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ. നമ്മളെ അടിച്ച് മിന്നി സ്വലാത്തല്ല ഇങ്ങനെ കാത്തിരിക്കുക. എന്താ ഇപ്പൊ ഇമാമിന് ഈ സ്വലാത്തല്ല അത്ര തോന്നുന്ന നേരമാണോ? ഇമാമിന്റെ മുമ്പുള്ള ഹംദും ചൊല്ലുണ്ട്, ശേഷമുള്ള ഈ ദുആയും ദ്വാരക്കുണ്ട്. പൂർണ്ണമായ നിസ്കാരാകണ്ടേ, അതിന് ഈ സുന്നത്തൊക്കെ പരിഗണിക്കണ്ടേ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിലുണ്ട് സ്വലാത്ത് ചെല്ലണം. അവിടെയും പരിഗണിക്കാൻ വലിയ മഹത്വമുള്ള സംഗതിയാണ് സ്വലാത്ത്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ജനാസയുമായി ബന്ധപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും അതുണ്ട്. മയ്യിത്തിനെ ഖബറിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുമ്പോ എന്താ നാട്ടുകാരൊക്കെ ചൊല്ലാറുള്ളത്? ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലേക്ക് നമ്മൾ ഇറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ നാമം മാത്രമല്ല ചൊല്ലുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തും ചൊല്ലുന്നുണ്ട്. എന്നിട്ട് ആ സഹോദരങ്ങളെ കുഴിയിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നത് സുബ്ഹാനല്ലാഹ്, അത് പ്രത്യേകം സുന്നത്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 12ാമത്തെ കാര്യം പറയുന്നു, തൽബിയത്ത് ചൊല്ലാറില്ലേ ഹജ്ജിന് ഉംറക്ക് പോകുന്നവര്? ആ തൽബിയത്തിന്റെ ഉടനെ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഹജ്ജിന് വേണ്ടി വരുന്ന ആള് 7 പ്രാവശ്യം കഅബ തവാഫ് ചെയ്യുമ്പോ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ പിന്നെ അയാള് സ്വഫ കൊണ്ട് തുടങ്ങിയിട്ട് അതാ കഅബക്ക് മുഖാമുഖമായി നിന്നിട്ട് 7 തക്ബീർ ചൊല്ലുമ്പോ ഓരോ തക്ബീറിന്റെ ഇടയിലും ഹംദും സ്വലാത്തും പ്രത്യേകം സുന്നത്തുണ്ട്. തൽബിയത്ത് ചൊല്ലുന്നതിന്റെ ശേഷവും സ്വലാത്ത് ചൊല്ലുന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. അവിടെയെല്ലാം ആ സ്വലാത്ത് ദുആഇന്റെ സ്വീകാര്യതയ്ക്ക് ഏറ്റവും നല്ലതാണ്. മഹാനവറുകൾ പഠിപ്പിക്കുന്നു, ആ സ്വലാത്ത് വിട്ടുപോകരുത്. 13ാമതായി പഠിപ്പിക്കുന്നു, അസ്സലാത്തു വസ്സലാമു അലൈഹി ഇൻദ ഖബരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ സാന്നിധ്യത്തിലെത്തിയാൽ സ്വലാത്തും സലാമും ചൊല്ലണം. തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വരുന്ന ആള് കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. പോകുന്ന റൂട്ടിലൊക്കെ സ്വലാത്ത്. ഫോണൊക്കെ ഓഫാക്കുക. ഞാൻ ഇപ്പോൾ ചിലർ അപ്പോത്തിന് ബസ്സിന്റെ ഉള്ളിലെ ഫോട്ടോ എടുക്കാനും കാണുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് കുടുംബത്തിലേക്ക് അയക്കാനും തിരക്ക്. സെൽഫി കാണുന്ന എല്ലാ വഴികളും. മക്കത്തുനിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടാൽ, യമനിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടാൽ, വാരാന്തമായിട്ടുള്ള സിയാറത്താകട്ടെ, മാസാന്തമായിട്ടാകട്ടെ, വർഷാന്തമായിട്ടാകട്ടെ, മദീന ഉദ്ദേശിച്ചു പോകുന്ന ആൾ എന്താ ചെയ്യേണ്ടത്?
അല്ലിക്സാറു മിനസ്സലാത്തി വസ്സലാമി അലൈഹി ഫീ ത്വരീഖിഹി, പോകുന്ന വഴിയിലൊക്കെ സ്വലാത്ത് ധാരാളം ചൊല്ലണം. വകുല്ലമാ ഖറുബ മിനൽ മദീനത്തി ശരീഫ, മദീനയോട് ഇങ്ങനെ അടുക്കുമ്പോ, ദൂരത്തുനിന്ന് മദീന കാണുമ്പോ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ മനസ്സിൽ ഹാജരാക്കി ബഹുമാനത്തോടെ സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത് വിട്ടുപോകരുത്. മഹാന്മാരൊക്കെ മഹതിമാരൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ സിയാറത്തിന് വരാറുണ്ട്. എവിടെ? ജന്നത്തുൽ മുഅല്ലയില്. മക്കയിൽ സിയാറത്തിന് വരുമ്പോ മഹദി അതാ സ്വലാത്ത് ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആലോചിച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് പറയും, ലഖദ് നസൽനാ മഅഹു ഹാഹുനാ, തങ്ങളോടൊപ്പം ഞങ്ങൾ ഹജ്ജിന് വന്നപ്പോ ഇവിടെ ഞങ്ങൾ താമസിച്ചിരുന്നു, ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിരുന്നു. കൂട്ടത്തിൽ ചൊല്ലും അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദറത്തിലേക്ക് പോകുന്ന ആള് സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. അവിടെ എത്തിയിട്ടും തങ്ങളോട് സ്വലാത്ത് ചൊല്ലണം. അതേ, ആ സ്വലാത്തിന് വലിയ പുണ്യമുണ്ട്. തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ബഹുമാനം വിടാത്ത രൂപത്തിൽ സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്തിന്റെ എല്ലാ ബഹുമാനങ്ങളും പരിഗണിക്കണം. 14-ാമതായി പറയുന്നു, നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് അറവ് നടത്തുക എന്നുള്ളത്. ബിസ്മി മാത്രം ചൊല്ലിയാൽ പോരാ, അവിടെയും സ്വലാത്ത് പ്രത്യേകം സുന്നത്തുണ്ട്. ബിസ്മിയിൽ ഒതുക്കാൻ പാടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്, സ്വലാത്ത് അധികരിപ്പിക്കുന്നത് അവിടെയും സുന്നത്താണ്, അവിടെയും സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. ബിസ്മി ചൊല്ലിയിട്ട് അറവങ്ങ് നിർത്തിക്കളയരുത്, സ്വലാത്തും കൂട്ടത്തിൽ ചൊല്ലണം. 15-ാമതായി പറയുന്നു, ഇൻദാഖദിൽ ബൈഇ, ഇടപാട് നടത്തുമ്പോൾ കച്ചവടക്കാർ ഇടപാട് നടത്താറില്ലേ, ആ ഇടപാടിലുള്ള വലിയ ബറക്കത്താണ് സ്വലാത്ത് ചൊല്ലുക. അതൊരു ഹലാലായ കാര്യമാണ്. ഓരോ സാധനങ്ങളും ഇങ്ങനെ വിറ്റുപോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുമ്പോ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് ഏറ്റിത്തരും. സ്വലാത്തല്ലണപ്പെടും. ഒരു കടയിലിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്വലാത്ത് കിട്ടി, സ്വലാത്ത് ചൊല്ലിയിട്ട് എത്ര ബറക്കത്തുണ്ടാകുന്ന അറിയാം. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ലാഭം ഇഷ്ടം പോലെ കിട്ടാനുള്ള ഒരു കാരണം ഈ സ്വലാത്ത് വിരിപ്പിച്ചതാ. അത് ചെറിയ വസ്തു ആകട്ടെ വലിയ വസ്തു ആകട്ടെ, എന്ത് വിൽക്കുമ്പോഴും പറമ്പൊന്നായിട്ട് വിറ്റിട്ട് ആധാര പേപ്പർ കൈമാറുമ്പോൾ സ്വലാത്ത് മാത്രമല്ല പറഞ്ഞത്. അത് വലിയൊരു സംഖ്യക്കുള്ള വിൽപ്പന ആകുമ്പോൾ ബിസ്മിയും സ്വലാത്തും ഹംദും ഫാത്തിയൊക്കെ അവിടെ ഉണ്ടാകും, ഒരു സൗന്ദര്യം എന്നുള്ള നിലയ്ക്ക്. അത് മാത്രമല്ല, ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുമ്പോഴും സ്വലാത്തല്ലണം. 16-ാമതായി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എഴുതി കൊടുക്കുമ്പോ, വസിയത്തുകൾ എഴുതി കൊടുക്കുമ്പോ സ്വലാത്ത് ചൊല്ലണം. പിന്നെ പറയുന്നു, ഫീ ഖുതുബത്തി തസ്വീജ്, നിക്കാഹിനുള്ള ഖുതുബയിൽ പ്രത്യേകം സ്വലാത്ത് അധികരിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ള സ്വലാത്ത് ആ സന്തോഷ സമയത്തും മറന്നു പോകരുത്. 18-ാമതായി പഠിപ്പിക്കുന്നു, ഫീ ത്വറഫൈൻ നഹാർ, പകലിന്റെ 2 ഭാഗങ്ങളിലും സ്വലാത്ത് ചൊല്ലണം. രാത്രി പകലിന്റെ 2 തലകളിലും സ്വലാത്ത് ചൊല്ലണം. രാവിലെയും വൈകുന്നേരവും. വൈന്ദ ഇറാദത്തിന്നൗമി, ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും. പഴയകാലത്ത് കുട്ടികളോടൊക്കെ ഉമ്മാര് പറയല്ലേ, മോനെ ഒരു 5 സ്വലാത്തല്ലിട്ട് കിടന്നോ, ഒരു 10 സ്വലാത്തല്ലിട്ട് കിടന്നോ. പറയാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, സ്വലാത്തല്ലണം. ഉറക്കം കുറവുള്ള ആളുകളും സ്വലാത്തല്ലണം, അല്ല നല്ല ഉറക്കം കിട്ടും. അത് അവരെ ശരീരത്തിനുള്ളൊരു മരുന്നും കൂടിയാണ്. ചില ആൾക്കാർക്ക് ഉറക്കം തീരെ കിട്ടൂല, രാത്രി മരുന്ന് മറ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ ഉറക്കം കുറവാന്ന് പറയും. ആരോഗ്യത്തിന് നല്ല ഉറക്കം വേണല്ലോ, ഉറക്കം കിട്ടിക്കോട്ടെ, സ്വലാത്ത് നല്ലോണം ചെല്ല. ഉറങ്ങാൻ നേരത്തും സ്വലാത്തല്ലണം. ആ സ്വലാത്തിന് വലിയ പുണ്യമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസിലുണ്ട്, ഒരാള് വിരിപ്പിലേക്ക് വന്നാൽ എന്നിട്ട് തബാറക് എന്ന് പറഞ്ഞ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ റബ്ബൽ ഹില്ലി വൽ ഹറാം വറബ്ബൽ ബലദിൽ ഹറാം വറബ്ബർ റുക്നി വൽ മഖാം വറബ്ബൽ മശ്അരിൽ ഹറാം ബിഹഖി കുല്ലി ആയത്തിൻ അൻസൽതഹാ ഫീ ശഹ്രി റമളാന ബല്ലിഗ് റൂഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹിയ്യതൻ വസലാമാ. മാഷാ അല്ലാഹ്, സർവാനി ഉസ്താദ് എത്തി.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരാളെങ്ങനെ സ്വലാത്തു ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ ഏൽപ്പിച്ച് ആ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലെത്തിയിട്ട് പറയും, ഇന്നാ വ്യക്തി ഇന്ന നാട്ടിൽ വെച്ച് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ, ആ സ്വലാത്ത് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങാൻ നേരത്തും സ്വലാത്ത് ചൊല്ലണം. യാത്ര ഉദ്ദേശിക്കുന്ന ആള് സ്വലാത്ത് ചൊല്ലണം. യാത്ര ഉദ്ദേശിക്കുമ്പോൾ നിസ്കരിക്കാറില്ലേ സഹോദരങ്ങളെ? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാറുണ്ട്. ശേഷം ദുആർക്കും എന്തൊക്കെയാ ചൊല്ലണ്ടേന്ന് ചോദിക്കും. എത്ര സൂറത്ത് പറഞ്ഞാലും ചൊല്ലുന്നൊരു നേരമാണത്. കാരണം യാത്രയാണല്ലോ, കുടുംബത്തെ വിട്ടുപിരിയുകയാണ്, ഇതുവരെ പോകാത്ത പല വാഹനങ്ങളിലും സഞ്ചരിക്കുകയാണ്. അവിടെ ദുആഇന് വേണ്ടി ഹംദ് ചൊല്ലിയിട്ട് ദുആർക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. വാഹനത്തിൽ കയറുമ്പോഴും അങ്ങനെ സ്വലാത്ത് സുന്നത്തുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലിയതിനു ശേഷം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലൈഹിസ്സലാം എന്നൊരാൾ ചൊല്ലിയാൽ പോകുന്ന വാഹനത്തിൽ അയാൾക്ക് എളുപ്പം കിട്ടും. അയാൾ പോകുന്നത് ഏതെങ്കിലും ഒരു ജീവിയുടെ മുകളിൽ കയറിയിട്ടാണെങ്കിൽ, കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തൊക്കെ ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ ദാബത്ത് പറയും, ബാറക്കല്ലാഹു അലൈക മിൻ മുഅ്മിൻ ഖഫഫത അൻ ളഹരി വഅതഅത റബ്ബക വഅഹ്സൻത ഇലാ നഫ്സിക ബാറക്കല്ലാഹു ലക ഫീ സഫരിക വഅൻജഹ ഹാജതക. നിന്റെ യാത്രയിൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് നൽകട്ടെ. എന്റെ കനം നീ കുറച്ചു തന്നല്ലോ ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട്. അവിടെയും സ്വലാത്തല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങാടിയിലേക്ക് പുറപ്പെടുന്ന ആളുകളല്ലേ നമ്മളെല്ലാവരും, വൈകുന്നേരമോ രാവിലെയോ അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോഴും അതേപോലെ ഏത് സദ്യക്ക് ക്ഷണിച്ചാൽ അങ്ങോട്ട് പുറപ്പെടുമ്പോഴും പുറപ്പെടുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. മാ ജലസ ഫീ മഗ്ദുബത്തിൻ വലാ ഫീ ഖിതാനിൻ, ഒരു സൽക്കാരത്ത് സദസ്സിൽ പോയി ഒരാൾ ഇരുന്നാൽ, എന്തെങ്കിലും ഒരു മാർക്ക കല്യാണ സദസ്സിലാണ്, മാർക്കം ചെയ്യുന്ന സമയത്തും സദ്യ ഉണ്ടാക്കൽ സുന്നത്തുണ്ടല്ലോ, ആ സദസ്സിലാണ് ഒരാൾ പോയിരിക്കുന്നത്. അല്ല വേറെ ചില റിപ്പോർട്ടിൽ വലാ ഫീ ജനാസത്തിൻ, മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു സദസ്സിലാ പോയി നിൽക്കുന്നത്. അവിടെ പോയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലണം. ദ്വാർക്കാൻ കഴിയുന്നതൊക്കെ ദ്വാർക്കണം. അതൊക്കെ അവിടെ പുണ്യുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിഹ യാസീനൊക്കെ ഓതിയിട്ട് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ദ്വാർക്കുന്നത്. ആളുകളൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ദ്വാ കിട്ടിക്കോട്ടെ എഴുതിയിട്ട്. പക്ഷെ പൊതുവെ ആൾക്കാരുടെ ധാരണ എന്താന്ന് നിങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോകുക, എന്നിട്ട് അയാളെ കണ്ണും മൂക്കൊക്കെ അയാളെ മേത്തന്നല്ലേ നോക്കിയിട്ടൊന്ന് തിരിച്ചു പോരുക. കണ്ണൊന്നും പോയിട്ടില്ലല്ലോ, മൂക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ, 2 ഓട്ടമുള്ള 3 ഓട്ടം അയക്കണമൊക്കെ നോക്കി തുറച്ചു നോക്കിയിട്ട് തിരിച്ചു പോരുക. അതല്ല കാര്യമായിട്ട് പുണ്യമുള്ളത്. നോട്ടം അതിന് അർഹതപ്പെട്ട ആളുകൾ വേണമെങ്കിൽ നോക്കിക്കോട്ടെ, അതിലത്ര പുണ്യമുള്ള സംഗതി ഒന്നുമില്ല നോക്കാന്നുള്ളത്. അത് സ്വാലിഹീങ്ങളെ ജനാസ ആകുമ്പോൾ ഒരു തക്ബീലും മറ്റൊക്കെ ഒരു സുന്നത്തുണ്ട്, അപ്പോൾ ഒരു നോട്ടം കൂടി വരും. അല്ല നാട്ടുകാരൊന്നായിട്ട് വന്ന് വരിവരിയായിട്ട് നിന്നിട്ട് ഒരു മയത്തിനെ നോക്കിയെങ്കിലേ അയാളെ കബർക്ക് വെക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനൊന്നുമില്ല. നോക്കാതിരിക്കാണ് കഴിവിന്റെ പരമാവധി നല്ലത്. നോക്കുന്ന ആൾക്കാർക്ക് എന്നിട്ട് വല്ല ബോധമുണ്ടോ? ആരും വന്ന് നോക്കിയില്ല എന്നുള്ള പരാതിയാ. അങ്ങനെ പരാതി ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ മസാല പഠിപ്പിച്ചത്, കുളിപ്പിക്കാൻ സഹായത്തിന് വെള്ളം കൊണ്ടേ കൊടുക്കാൻ നിൽക്കുന്ന ആൾ തീരെ നോക്കാൻ പാടില്ല. കുളിപ്പിക്കുന്ന ആൾക്കാരെന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കാവൂന്നാ. പിന്നെ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പതിവായി പോയി, ഇതിനാന്നറിയില്ല. അതിനേക്കാളും ശ്രേഷ്ഠത ഉള്ളത് അവിടെ ഇരുന്നിട്ട് ഒരു ഹംദു സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നല്ലോണം ദ്വാരക്കുക. ഖുർആൻ ഓതാൻ പറ്റിയ എത്രയെണ്ണം കിട്ടുന്ന അത്രയും കിട്ടി ദ്വാരക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വരിവരിക്ക് ഇങ്ങനെ വന്ന് കാണുമ്പോൾ ചിലപ്പോൾ റഹ്മത്തിന്റെ മലക്കളൊക്കെ